പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുവേ ആരാധന. പരിശുദ്ധാത്മാവെ അങ്ങേ സ്തുതിക്കുന്നു. പിതാവായ ദൈവത്തിന് ആരാധന, പുത്രനായ യേശുവിന് ആരാധന, പരിശുദ്ധാത്മാവായ ദൈവത്തിന് ആരാധന. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് നമ്മെ ദൈവത്തെ ആരാധിക്കുവാൻ കൂടുതലായി പ്രേരിപ്പിക്കുന്നത്. എന്താണ് ദൈവത്തെക്കുറിച്ച് നമുക്കുണ്ടാകേണ്ട അറിവ്? 3 വ്യക്തിത്വങ്ങൾ ഒരുമിച്ച് ദൈവമെന്ന സത്തയിൽ സമ്മേളിച്ചിരിക്കുകയാണ്. ആരാണ് ആ 3 വ്യക്തിത്വങ്ങൾ? അതിൽ പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. പിതാവ് പുത്രനല്ല, പുത്രൻ പരിശുദ്ധാത്മാവല്ല, പരിശുദ്ധാത്മാവ് പിതാവല്ല. എന്നാൽ മൂവരും തങ്ങളിൽ തന്നെ പൂർണ്ണരായ ദൈവമാണ്. ദൈവങ്ങൾ ആണ് എന്ന ആശയത്തിലല്ല, തങ്ങളിൽ തന്നെ ദൈവം എന്ന സാരാംശത്തിൽ 3 വ്യക്തിത്വങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുകയും സ്തുതിക്കുകയും വണങ്ങുകയും ചെയ്യുന്നത്. ദൈവത്തിലെ ഈ 3 വ്യക്തിത്വങ്ങൾ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അവരുടെ ഇടയിലുള്ള പരമമായ ഐക്യത്തിൻ്റെയും ദിവ്യമായ സ്നേഹത്തിൻ്റെയും ആഴങ്ങളിലേക്കാണ് ഓരോ കൂട്ടായ്മയിലൂടെയും പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നത്. അവിടെ പിതാവ് സ്നേഹവാനായി നിൽക്കുന്നുവെങ്കിൽ പുത്രൻ കൃപാലുവായി നിൽക്കുകയാണ്. പരിശുദ്ധാത്മാവ് സഹവാസത്തിന്റെ ശക്തിയുമായി നമ്മളിൽ സജീവമാവുകയാണ്. അങ്ങനെ പിതാവിന്റെ സ്നേഹം കൊണ്ടും പുത്രന്റെ കൃപ കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ സഹവാസം കൊണ്ടും നാം നിറയുകയാണ്. ലവ് ഓഫ് ദ ഫാദർ, ഗ്രേസ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, കമ്മ്യൂണിയൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് അങ്ങനെയാണ് നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ്: പിതാവിനും പുത്രനും ഇടയിലുള്ള പരമമായ ഐക്യത്തിന്റെയും ദിവ്യമായ സ്നേഹത്തിന്റെയും ബന്ധമേ എന്നിൽ വ്യാപിക്കണമേ. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ. അപ്പൊ ആ പരിശുദ്ധനായ ദൈവത്തോട് ചേർന്ന് നമ്മൾ അവിടുത്തെ മഹത്വപ്പെടുത്തുകയാണ്. ആ ആരാധന ഇങ്ങനെയായിരിക്കണം: പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം ദൈവത്തിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. നമുക്കൊന്ന് കൈകളെ അടിച്ചുകൊണ്ടൊന്ന് പാടിയാലോ? പിതാവാം ദൈവത്തിന് ആരാധന. നന്നായിട്ട് കൈയടിക്കാൻ. ആരാധന, പുത്രനാം യേശുവിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. പിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, പുത്രനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, ത്രിയേക ദൈവമേ ആരാധന. Father God, we worship you. Son Jesus, we worship you. Holy Spirit God, we worship you. Worshiping the God of Trinity. Father God, we worship you. Son Jesus, we worship you. Holy Spirit God, we worship you. Worshiping the God of Trinity. കൈകളെ ഉയർത്തി അടിക്കുക. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം യേശുവിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. സ്പീഡിൽ കൈകളെ അടിക്കാം. പുത്രനാം യേശുവിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. തന്തയെ ഉമ്മെ താനെ ആരാധിപ്പേ, യേശുവേ ഉമ്മെ താനെ ആരാധിപ്പേ, ആവിയെ ഉമ്മെ താനെ ആരാധിപ്പേ, മൂവരെ ഉമ്മെ താനെ ആരാധിപ്പേ.
ದೇವನಿಗೆ ಆರಾಧನೆ, ಸುತನಾಥ ದೇವನಿಗೆ ಆರಾಧನೆ, ಆತ್ಮನಾಥ ದೇವನಿಗೆ ಆರಾಧನೆ, ತ್ರಿಯೇಕ ದೇವನಿಗೆ ಆರಾಧನೆ. പിതാവേ ആരാധിക്കുന്നു, പുത്രനെ ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവേ ഞങ്ങൾ ആരാധിക്കുന്നു, ത്രിയേക ദൈവമേ ആരാധിക്കുന്നു. മനമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉച്ചസ്വരത്തിൽ സ്തുതിച്ചോ, വിളിച്ചോ. വിളിച്ചു സ്തുതിച്ചോ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സബ്രമന പിതാവായ ദൈവമേ, ലോകത്തിന്റെ പല കോണുകളിൽ നിന്ന് ഡിവൈൻ ധ്യാന കേന്ദ്രത്തെ ഒരു അഭയസ്ഥാനമായ ഒരു പ്രാർത്ഥനാ സ്ഥലമായി കണ്ട് ഇന്ന് ഈ ശുശ്രൂഷകളിലേക്ക് നോക്കി പാർക്കുന്ന എല്ലാ മക്കളുടെ മേലും പരിശുദ്ധാത്മാവിനെ പകരണമേ. പ്രത്യേകിച്ച് ഞങ്ങൾ ഒരുമിച്ച് കഴിക്കുന്ന ഈ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ ഞങ്ങളുടെ വേദനകളെ എല്ലാം കുരിശോട് ചേർത്ത് ഞങ്ങൾ വെക്കുകയാണ്. ഞങ്ങളുടെ സങ്കടങ്ങളെ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ മക്കളെ കുറിച്ചുള്ള വേദനകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ദുരിതങ്ങളെല്ലാം അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. കടന്നു പോകുന്ന സഹനങ്ങളെ സമർപ്പിക്കുകയാണ്, സമൃദ്ധിയെ സമർപ്പിക്കുകയാണ്, സന്തോഷത്തെ സമർപ്പിക്കുകയാണ്, സൗഖ്യം വേണ്ടി അന്തരീക്ഷത്തെ സമർപ്പിക്കുകയാണ്. എല്ലാ ബുദ്ധിമുട്ടുകളെയും സമർപ്പിച്ചുകൊണ്ട് ഇതാ ഞങ്ങൾ ഒരു മനസ്സോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ആരാധിക്കുന്നു, ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, പിതാവായ ദൈവമേ ആരാധിക്കുന്നു, സമർത്ഥനോസിയെ ആരാധിക്കുന്നു. ഇറങ്ങി വരണമേ. കൈ രണ്ടും ഉയർത്തിപ്പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും. ഞങ്ങൾക്ക് ആവശ്യമായുള്ള ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ സമ്മതിക്കല്ലേ. തിന്മയിൽ ഞങ്ങളെ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാൻ പ്രിയപ്പെട്ടവരെ, ഈ 5 ആഴ്ചകള് പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ ദിവസങ്ങൾ നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങുന്ന ദിവസങ്ങളാണ്. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ മുതൽ പരിശുദ്ധ അമ്മയെ സ്വർഗത്തിന്റെ രാജ്ഞിയായി അവരോധിക്കുന്ന ആ തിരുനാൾ കഴിഞ്ഞ് ഇനിയും മുമ്പോട്ടുള്ള 4-5 ആഴ്ചകൾ വളരെ അധികം തീഷ്ണമതിയോടെ കൂടെ ഡിവൈനിൽ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുമിക്കുന്ന സമയമാണ് എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് എവിടെയൊക്കെ ശുശ്രൂഷയ്ക്ക് പോയാലും വ്യാഴാഴ്ചകൾ ഡിവൈനിൽ എത്തുവാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഇപ്പം ഇന്ന് വൈകുന്നേരം ഞങ്ങൾ അയർലൻഡിലേക്ക് ശുശ്രൂഷയ്ക്ക് കടന്നു പോവുകയാണ്. പക്ഷെ ബുധനാഴ്ച വൈകുന്നേരം തിരിച്ചെത്തും. എന്തിനാണ്? വ്യാഴാഴ്ച ഇവിടെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി. അപ്പൊ അത്രമാത്രം സമയം വേർതിരിച്ച് നമ്മൾ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് നിങ്ങൾ അറിയുകയും ഇതിൽ ശുശ്രൂഷകൾക്ക് മറ്റുള്ളവരെ ക്ഷണിക്കുകയും ചെയ്താൽ അത് വലിയ അനുഗ്രഹമായി തീരും. കൊളോസോസ് ലേഖനം എടുക്കുക. കൊളോസോസ് ലേഖനം 3-ാമത്തെ അധ്യായം എടുക്കുക. കൊളോസോസ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തില് ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു സൊല്യൂഷൻ പറഞ്ഞു തരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ആർക്കെങ്കിലും
എല്ലാ കാര്യങ്ങളും ശുഭമാകണമെന്നും നന്നാകണമെന്നും ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാൻ താല്പര്യപ്പെടുന്നവര് പാലിക്കേണ്ടിയ അതിപ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. നിങ്ങളുടെ ബൈബിളിൽ എടുക്കുക, കൊളോസോസ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വചനം. രാജൻ ബ്രദർ വായിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് അത് വായിക്കണം. അത് വലിയ ശക്തിക്ക് കാരണമായി തീരണം. കൊളോസോസ് ലേഖനം എടുക്കാൻ നിങ്ങളുടെ അടുത്തിരിക്കുന്നവരെ ഒന്ന് സഹായിച്ചേ. അവർക്ക് കൊളോസോസ് ലേഖനം കിട്ടിയിട്ടില്ലെങ്കിൽ അവരെ ഒന്ന് സഹായിച്ചേ. കൊളോസോസ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വചനം. നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ചെയ്യുവിൻ. ഇതുപോലൊരു വാക്യം കൊളോസസ് ലേഖനം 3-ാം അധ്യായത്തിൽ ഇല്ല പ്രിയപ്പെട്ടവരെ. ഇത് അതീവ തീവ്രമായ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാണ്. നിങ്ങൾ ചെയ്യുന്നത് ഗതി പിടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾ ചെയ്യുന്നത് സഫലമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് പാലിക്കേണ്ടിയ വചനത്തിന്റെ നിയമമാണിത്. എന്താണ് ഈ വചനം പറയുന്നത്? നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ. ചില കാര്യങ്ങള് നിങ്ങൾ വാക്കാലായിരിക്കും, ചില കാര്യങ്ങള് നിങ്ങൾ പ്രവൃത്തിയാലായിരിക്കും. വാക്കും പ്രവൃത്തിയുമാണ് നമ്മുടെ ജീവിതം എന്ന് പറയാം. എന്താ ജീവിതം? വാക്കും പ്രവൃത്തിയും. ചില കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്, ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ചെയ്യിപ്പിക്കാറുണ്ട്, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. ഇതാണ് നമ്മുടെ ജീവിതം. ഒന്നേ നമ്മൾ ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ ചെയ്യാൻ ആരോടെങ്കിലും പറയുന്നുണ്ടാകാം. ഇതാണ് നമ്മുടെ ജീവിതം. എന്താണ് ജീവിതം? ആകത്തുക വാക്കാലോ പ്രവൃത്തിയാലോ ഉള്ള ചെയ്ത്താണ് ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ ഈ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും, കൊളോസോസ് 3:70, നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും, ഇന്നതെന്നില്ല, എന്ത് ചെയ്താലും. അതിപ്പോ ആരോടൊക്കെയാണ് ഇത് പറയുന്നതെന്ന് അറിയാമോ? തൊട്ട് താഴത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഭാര്യമാരെ, 18-ാമത്തെ വാക്യം ഒന്ന് തുടങ്ങിക്കേ. ഭാര്യമാരെ, 19-ാമത്തെ വാക്യം ഒന്ന് തുടങ്ങിക്കേ. ഭർത്താക്കന്മാരെ, 20-ാമത്തെ വാക്യം തുടങ്ങിക്കേ. കുട്ടികളെ, 21-ാമത്തെ വാക്യം തുടങ്ങിക്കേ. പിതാക്കന്മാരെ, 22-ാമത്തെ വചനം തുടങ്ങിക്കേ. ദാസന്മാരെ. അപ്പൊ ഇതിന്റെ അകത്ത് ആരെങ്കിലും ഉൾപ്പെടാത്തതുണ്ടോ? ഭാര്യയുണ്ട് ഇതിനകത്ത്, ഭർത്താവുണ്ട് ഇതിനകത്ത്, പിതാക്കന്മാരുണ്ട് ഇതിനകത്ത്, മക്കളുണ്ട് ഇതിനകത്ത്, ദാസന്മാരുണ്ട് ഇതിനകത്ത്, യജമാനന്മാരുണ്ട് ഇതിനകത്ത്. ഇനി ആരുടെ കാര്യം പറയുന്നതെന്നാ? ഒന്നുകൂടെ വായിക്കാം. 17-ാമത്തെ വാക്യം. നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും, അത് ഇംഗ്ലീഷിലും കൂടെ നിങ്ങൾ നോക്കിക്കോ. ലെറ്റ് എവ്രിതിങ് whatsoever that you do, whatsoever it may be, എന്തുമായിക്കോട്ടെ, whatsoever you may do, whether in words or in deed, വാക്കാലോ പ്രവൃത്തിയാലോ, be done all in the name of Jesus Christ, giving thanks to God the Father through him. പിതാവായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് യേശുവിന്റെ നാമത്തിലെ എന്നാ ചെയ്താലും ചെയ്യാവുള്ളൂ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തൊന്ന് പറഞ്ഞേ, പിതാവായ ദൈവത്തിന്. ഒരാൾക്ക് കൈ കൊടുത്ത് പറഞ്ഞേ, പിതാവായ ദൈവത്തിന് യേശുക്രിസ്തു വഴിയായി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാം ചെയ്യണം. അത് വാക്കായാലും പ്രവൃത്തിയായാലും. ഹല്ലേലൂയ. ആരോടുള്ള ബന്ധത്തിലൊക്കെ ആണെങ്കിൽ, ഭാര്യയോടുള്ള ബന്ധത്തിലാണെങ്കിലും, ഭർത്താവിനോടുള്ള ബന്ധത്തിലായാലും, മക്കളോടുള്ള ബന്ധത്തിലായാലും, അപ്പന്മാരോട് ബന്ധപ്പെട്ടുള്ളതായാലും, ദാസന്മാരോട് ബന്ധപ്പെട്ടുള്ളതായാലും, യജമാനന്മാരോട് ബന്ധപ്പെട്ടുള്ളതായാലും എന്ത് ചെയ്യാവുള്ളൂ? പിതാവായ ദൈവത്തിന് കൃതജ്ഞത പറഞ്ഞുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ ചെയ്യുവീൻ. കൈയടിച്ചൊന്ന് ഈശോയ്ക്ക് ആരാധന കൊടുത്തു. പിതാവായ ദൈവത്തിന് പറഞ്ഞു, പിതാവായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യുവീൻ. ആരുടെ നാമത്തിലാ? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. ആർക്കാന്ന് കൃതജ്ഞത പറയണ്ടേ? പിതാവിന് നന്ദി പറയണം. ആരുടെ നാമത്തിൽ ചെയ്യണം?
യേശുവിന്റെ നാമത്തിൽ ചെയ്യണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു ഗ്ലാസ് വെള്ളം ഒരാൾക്ക് കുടിക്കാൻ കൊടുക്കുക. ആരുടെ നാമത്തിലാ? ആർക്ക് നന്ദി പറഞ്ഞുകൊണ്ടാ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരാൾക്ക് വണ്ടിയിൽ ഒരു ലിഫ്റ്റ് കൊടുക്കുക. ആരുടെ നാമത്തിലാ? യേശുവിന്റെ നാമത്തിലാ. പിന്നെ ആർക്ക് നന്ദി പറഞ്ഞുകൊണ്ടാ? പിതാവായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാ. ഇനി എന്താ പ്രാർത്ഥന? പ്രാർത്ഥന എന്താ? പ്രാർത്ഥന യേശുവിന്റെ നാമത്തിലാ. പ്രാർത്ഥന ആരോടാണ്? പിതാവായ ദൈവത്തോടാണ്. ഹല്ലേലൂയ. കൈയടിച്ചൊന്ന് ഈശോയ്ക്ക് ആരാധന കൊടുത്തേ. എന്താ വചനം? എന്താ വചനം? യേശുവിന്റെ നാമത്തിലാണ് പിതാവായ ദൈവത്തിന് കൃതജ്ഞത. ഇതൊന്ന് പരിശീലിച്ചാ ഉണ്ടല്ലോ നമ്മുടെ ജീവിതം മാറി മറിയുന്നത് കാണാം. ഹല്ലേലൂയ. എന്താ ജീവിതം മാറി മറിയാനുള്ള പോംവഴി, എളുപ്പ വഴി ഏതാ? ഒന്ന് പറഞ്ഞേ. പിതാവായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ ചെയ്യുവീൻ. നിങ്ങൾ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുമ്പോൾ പിതാവായ ദൈവമേ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി, ഇങ്ങനൊന്ന് പറഞ്ഞിട്ട് ചെയ്തു നോക്കിയേ. നാളെ എനിക്കൊരു ആധാരം എഴുതാനുണ്ട്. അതിലെ ആധാരം എഴുതി തരുന്ന ആളിൽ ഒരാൾ ഇച്ചിരി പ്രശ്നക്കാരനാ. ഞാൻ എന്നാ ചെയ്യുമെന്ന് ചിന്തിച്ച് BP കൂട്ടാതെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ എന്നാ പറഞ്ഞേക്കണം? പിതാവായ ദൈവത്തിന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി. ഹല്ലേലൂയ എന്ന് പറഞ്ഞിട്ടൊന്ന് ഇറങ്ങി നോക്കിക്കേ. അതിനകത്തുള്ള കുരുക്കും മുഴുവൻ നിങ്ങൾ ചെല്ലുന്നതിനിപ്പുറം ആ നാമത്തിന്റെ ഉടമസ്ഥനായ ഈശോ അഴിച്ചു കളഞ്ഞിരിക്കും. ഹല്ലേലൂയ. അഴിച്ചു കളഞ്ഞിരിക്കും. സംശയം വേണ്ട. ഹല്ലേലൂയ. 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 എനിക്ക് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള പല വിഷയങ്ങളും ഉണ്ട് എന്നിരിക്കട്ടെ. എനിക്ക് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളെ പഠിക്കാൻ ഞാൻ അപ്രോച്ച് ചെയ്യുമ്പോഴേ, സമീപിക്കുമ്പോഴേ ഞാൻ പിന്തുടരേണ്ടിയ എളുപ്പമാക്കി മാറ്റുന്ന മാർഗം എന്നാ? പിതാവായ ദൈവത്തിന് യേശുക്രിസ്തു വഴി നന്ദി. പറഞ്ഞു. പിതാവായ ദൈവത്തിന് യേശുവിന്റെ നാമത്തിൽ നന്ദി. പറഞ്ഞു. പിതാവായ ദൈവത്തിന്. എന്റെ ബ്രദറെ, മലയാളം ഭാഷ പോലും ചോനെ അറിയത്തില്ലാത്ത ഞാനാ ഇപ്പൊ ജർമ്മൻ ഭാഷ പഠിക്കാൻ നടക്കുന്നേ. എങ്ങനെയാകുമെന്ന് എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല. ഹല്ലേലൂയ. ജർമ്മൻ ഭാഷയെന്നല്ല, ലോകത്തിലെ ഏത് ഭാഷയും നിനക്ക് എളുപ്പമാക്കി തരാനുള്ള എളുപ്പ വഴി ഇതാണ്. തുടങ്ങുന്നതിന് മുമ്പേ ഇങ്ങനെ പറഞ്ഞു: പിതാവായ ദൈവത്തിന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാനിത് പരിശീലിക്കാൻ തുടങ്ങിയിട്ട് 8 വർഷമായി. 8 വർഷം മുമ്പ് കൊളോസ്സോസ് ലേഖനം വായിച്ചപ്പോഴാണ് ഇതെന്നെ സ്ട്രൈക്ക് ചെയ്തപ്പോൾ മുതല് ഞാനിത് പരിശീലിക്കാൻ തുടങ്ങി. എൻ്റെ ദൈവമേ, ഏതെല്ലാം മേഖലയില് ഞങ്ങൾ ഇത് പരിശീലിച്ചപ്പോൾ അത്ഭുതങ്ങൾ നടന്നത് സാക്ഷീകരിക്കുകയാണ്. ഹല്ലേലൂയ. വാക്കാലോ പ്രവൃത്തിയാലോ, 2 കരം ഉയർത്തി പറയുക. വാക്കാലോ പ്രവൃത്തിയാലോ എന്തു ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ചെയ്യുവീൻ. യേശുവിന്റെ നാമത്തിൽ പറഞ്ഞു. യേശുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ. അപ്പൊ എന്താ അതിന്റെ രഹസ്യം? എപ്പോഴാ നമ്മൾ നന്ദി പറയുന്നേ? എപ്പോഴാ സാറിന് നമ്മൾ നന്ദി പറയുന്നേ? തരാന്നൊരാൾ പറയുമ്പോഴാണോ? ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു സാധനം നിങ്ങൾ വാങ്ങി കഴിയുമ്പോഴാണോ നിങ്ങൾ താങ്ക്സ് പറയുന്നേ? കിട്ടിക്കഴിയുമ്പോ. കേട്ടില്ല. നന്ദി പറയുന്ന എപ്പോഴാണ്? കൃതജ്ഞത അർപ്പിക്കുന്ന എപ്പോഴാണ്? ലഭിച്ചു കഴിയുമ്പോൾ അങ്ങോട്ട് പറയുന്നതാണ് എന്ത്? താങ്ക് യു. ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് രാവിലെ എനിക്കൊരു ചോക്ലേറ്റ് കൊണ്ട് തന്നെങ്കിൽ ഞാൻ നിങ്ങളോട് തിരിച്ച് എന്ത് പറയണം? ആ ചോക്ലേറ്റ് വാങ്ങിയേച്ച് ഞാൻ നിങ്ങളോട് പറയണം താങ്ക് യു. അപ്പൊ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കാൻ പറയുന്നതിന് കാരണം എന്താ? അതിന് മുമ്പിൽ അതിന്റെ രഹസ്യം കിടക്കുന്നേ. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആ നാമത്തിൽ നമുക്കെല്ലാം തന്നിരിക്കുകയാണ്. ആര്? പിതാവായ ദൈവം. ഹല്ലേലൂയ. അതാ രഹസ്യം. ആ നാമത്തിൽ എല്ലാ
എല്ലാം നമുക്ക് തന്നിരിക്കുകയാണ്. ആര്? പിതാവായ ദൈവം. അപ്പൊ ആർക്കാ നന്ദി പറയുന്നേ? പിതാവായ ദൈവത്തിനാണ്. ആരുടെ നാമത്തെ ചൊല്ലിയ നന്ദി പറയുന്നേ? യേശുവിന്റെ നാമത്തെ ചൊല്ലിയ നന്ദി പറയുന്നേ. കാരണം എന്നാ? എല്ലാം നൽകപ്പെട്ടത് ഈശോയുടെ നാമത്തിലാണ്. പക്ഷെ എല്ലാം നൽകിയതാരാ? പിതാവായ ദൈവമാണ്. കൈയടിച്ച് ഈശോയ്ക്ക് ആരാധന കൊടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമ 8:37 സ്വന്തം പുത്രനെ. ആ വചനം ഒന്ന് എടുത്തു വായിച്ചോ ബ്രദറെ. ഭയങ്കര ശക്തിയുള്ള വചനമാ. റോമ 8 ആ വചനം ഒന്ന് വായിക്കുമ്പോൾ കേട്ടോണേ. അത് വലിയ ശക്തിയുള്ള വചനമാ. ആ റെഫറൻസ് പറഞ്ഞു വായിച്ചു. റോമ 8:32 ആ വചനം ഇപ്പൊ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. വലിയ ശക്തിയാണ് വചനത്തിന്. ഈശോയെയാണ് നമുക്കെല്ലാവർക്കും വേണ്ടി നൽകിയിരിക്കുന്നത്. ഈശോയേക്കാൾ വലുതായിട്ട് ഒന്നുമില്ല. ഹല്ലേലൂയ. സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ, കണ്ടോ, സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ. പിതാവായ ദൈവം ആരെ ഏൽപ്പിച്ചു തന്നു? പുത്രനായ യേശുവിനെ ഏൽപ്പിച്ചു തന്നെങ്കിൽ അവനോട് കൂടെ സമസ്തവും. ഒന്ന് ഉച്ചത്തിലൊന്ന് പറഞ്ഞേ, അവനോട് കൂടെ പുത്രനായ യേശുവിനോട് കൂടെ സകലവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ഇതൊരു ചോദ്യമായി. ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ പറ. തരാതിരിക്കുമോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം എന്നാ? തന്നു കഴിഞ്ഞിരിക്കുന്നു. തന്നു കഴിഞ്ഞെങ്കിൽ ഇനി അങ്ങോട്ട് പറയേണ്ടത് എന്നാ? കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി. തന്നു കഴിഞ്ഞെങ്കിൽ പിന്നെ എന്നോട് പറയാനുള്ളത് എന്നാ? പറഞ്ഞേ. രാജേട്ടൻ എന്നേലും എനിക്കൊന്ന് തന്നേ. രാജേട്ടൻ എന്നേലും എനിക്കൊന്ന് തന്നേ. കൊണ്ടുവന്ന് എനിക്ക് എന്നേലും ഒന്ന് തന്നേ. അവിടെ രാജേട്ടൻ ഒരു വിലപിടിപ്പുള്ള ഒരു ഫോണുമായിട്ട് വരുന്നുണ്ട്. രാജേട്ടൻ ഇതെനിക്ക് തരുവാണോ? എങ്ങനെയാ ഇത്? രാജേട്ടൻ തരുക. ഇത് വാങ്ങിയ ശേഷമാണ് ഞാൻ എന്ത് പറയുന്നേ? താങ്ക് യു. കൃതജ്ഞത പ്രകാശിപ്പിക്കുന്ന എപ്പോഴാ? അറിയാവുന്നവര് പറഞ്ഞേ, കൃതജ്ഞത പ്രകാശിപ്പിക്കുന്ന എപ്പോഴാ? ഒച്ചതി പറഞ്ഞേ, കൃതജ്ഞത പ്രകാശിപ്പിക്കുന്ന എപ്പോഴാ? ഒരാൾ ദാനം വെച്ച് നീട്ടുമ്പോഴല്ല, ആ ദാനം ദാതാവിൽ നിന്ന് സ്വീകരിച്ചു കഴിയുമ്പോൾ അയാളോട് മുഖത്ത് നോക്കി പുഞ്ചിരിച്ച് പറയാണ് താങ്ക് യു, നന്ദി, ഹല്ലേലൂയ. അപ്പൊ പിതാവായ ദൈവത്തിന് യേശുവിന്റെ നാമത്തിൽ നന്ദി പറയുക എന്നതിന്റെ രഹസ്യം മനസ്സിലായെങ്കിൽ ഒന്ന് കൈയുയർത്തി കാണിച്ചേ. ഹല്ലേലൂയ. എന്നാ രഹസ്യം? പിതാവായ ദൈവമാണ് യേശുക്രിസ്തു വഴി നമുക്കെല്ലാം തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ എവിടുന്നാ നന്ദി പറച്ചിൽ തുടങ്ങുന്നത്? പിതാവായ ദൈവം എനിക്ക് യേശുവിലൂടെ എല്ലാം തന്നിട്ടുണ്ടോ അതിനെല്ലാം ഞാൻ ദൈവത്തിന് നന്ദി പറയാ. അപ്പൊ എന്റെ വാക്ക് എവിടുന്നാ വരുന്നേ? തന്നു കഴിഞ്ഞു എന്ന ബോധ്യത്തിൽ നിന്നാണ്. എന്റെ പ്രവൃത്തി എവിടുന്നാ വരുന്നേ? എനിക്കെല്ലാം ലഭിച്ചു കഴിഞ്ഞു എന്ന ബോധ്യത്തിൽ നിന്നാണ്. പറഞ്ഞേ, യേശുവിന്റെ നാമത്തിൽ എന്റെ ഭർത്താവിനായിട്ട് നന്ദി. അയാൾ കുടിയനായിക്കോട്ടെ, അയാൾ മുടിയനായിക്കോട്ടെ, അയാൾ ആരായിക്കോട്ടെ, അയാൾ എന്തു ആയിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചേർത്ത് തന്നിട്ടില്ലായിരുന്നെങ്കിൽ വിശുദ്ധ കൂദാശയിലൂടെ നിങ്ങൾ ഒന്നാവുകയില്ലായിരുന്നു. കൈയടിച്ചൊന്ന് വിളിച്ച് യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഒന്ന് വിളിച്ച് യേശുവേ ആരാധന, യേശുവേ ആരാധന. എങ്ങനെയാ വർദ്ധിപ്പിക്കുന്നത്? ഭർത്താവ് ഇനി ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് പറയാം. അപ്പൊ കിട്ടിയ ആളെങ്ങനെയുണ്ട്? അയ്യോ, ഒന്നും പറയണ്ട എന്റെ ബ്രദറെ. അന്നത്തെ സമയത്ത് വിവരമൊന്നും കാര്യമായിട്ട് അന്വേഷിക്കാൻ പറ്റിയില്ല. അങ്ങനെ അവള് വന്നതാണ്. ഡിഗ്രിക്കാരി എന്നൊക്കെയാ പറഞ്ഞു. ഇവള് കോളേജിന്റെ പടി പോലും കയറിയിട്ടില്ല. പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പി ജി എന്ന് പറഞ്ഞു. സ്വന്തമായിട്ട് PG ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെയാണ് അറിഞ്ഞത് ഗസ്റ്റ് താമസിക്കാൻ ഇടയുള്ള PG. പോസ്റ്റ് ഗ്രാജുവേഷന് പകരം PG ഉണ്ട്. ഇന്നുണ്ടല്ലോ, ഇന്ന് അപ്പൊ കിട്ടിയത് എത്ര കൊള്ളാവുന്ന ആയിക്കോട്ടെ, കൊള്ളരുതാത്ത ആയിക്കോട്ടെ, അതിനെ കയ്യിലോട്ട് അങ്ങ് എടുത്തു പിടിച്ചിട്ട് പിതാവായ ദൈവത്തിന് യേശുക്രിസ്തു വഴി നന്ദി എന്ന് പറഞ്ഞേ. പിതാവായ ദൈവത്തിന് യേശുക്രിസ്തു വഴി നന്ദി എന്ന് പറ. നന്ദി. പിതാവായ ദൈവത്തിന് യേശുക്രിസ്തു വഴി നന്ദി എന്ന് പറ. നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ ബ്രദറെ, എന്റെ ഇളയവനെ ദൈവം തന്നാന്ന് തോന്നുന്നില്ല.
അവൻ കാണിച്ച കൂട്ടുന്നതൊക്കെ ബ്രദറിനോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രദറിന് മനസ്സിലാകും. യോ, നിങ്ങൾ അവനെ പ്രാഗി 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 ജീവിതം മുന്നോട്ട് നയിക്കുന്നെങ്കിൽ അവൻ മൂലമുള്ള പ്രതിഫലം നിങ്ങൾക്കുണ്ടാവും. ചിലപ്പോൾ അവസാനിച്ച് വെള്ളം തരാൻ അവൻ കണ്ടേക്കാം. ഇനി ദൈവത്തിൽ നിന്നുള്ള അവകാശമാണ് നിങ്ങൾക്ക് വേണ്ടിയതെങ്കിൽ നിങ്ങൾക്കുണ്ടായത് ആരായിക്കോട്ടെ, എത്ര കൊള്ളരുതാത്തവനായിക്കോട്ടെ, അതിനെ ചേർത്ത് പിടിക്കുക. പിതാവായ ദൈവമേ, യേശു ക്രിസ്തു വഴി നന്ദി. ഞാൻ ഞെട്ടിക്കുന്ന ഒരു സാക്ഷ്യം കഴിഞ്ഞ ദിവസം മാമൂട്, കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിക്കടുത്ത് മാമൂട് എന്നൊരു ചേച്ചി വന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിന്റെ വാതൊക്കെ നിൽക്കുകയാണ്. അവരിങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്ന കണ്ടിട്ട്, റെസ്റ്റോറൻറ്റിൽ എന്നെ നിൽക്കുന്ന കണ്ടിട്ട് വണ്ടി നിർത്തിയിട്ട് ഓടി വന്നു. എൻ്റെ ബ്രദറെ, ഷാലോം ടിവിയിലൂടെ എല്ലാ ബുധനാഴ്ച ശുശ്രൂഷ കൂടുന്നതാ. ഒരു ദിവസം നന്ദി പറയുന്ന പ്രാർത്ഥന പരിശീലിപ്പിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അന്ന് മുതൽ എൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങളിലെല്ലാം മാറ്റിവെച്ചിട്ട് പിതാവായ ദൈവത്തിന് യേശുക്രിസ്തു വഴി നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ ചേച്ചി പറയാണ്, 27 വർഷമായി ഞങ്ങളുടെ വിവാഹം നടന്നിട്ട് ഈ 27 വർഷത്തിൽ 25 വർഷവും ഈ മനുഷ്യൻ മദ്യപിച്ച് മതോന്മത്തനായി സമ്പത്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ റെസ്റ്റോറൻറ്റ് വാതൊക്കെ നിൽക്കുകയാണ്. അവിടെ കസ്റ്റമേഴ്സിനെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴായി ചേച്ചി വന്നെങ്കിൽ എനിക്കത് കേൾക്കാൻ താല്പര്യം ഉണ്ടായിട്ട് അവിടെ ജ്യൂസ് കൗണ്ടറിൽ വിളിച്ച് ചേച്ചിയായിട്ടിരുന്ന് ഞാൻ സംസാരിച്ചപ്പം ആ ചേച്ചി പറയുകയാണ്, ഇത്രയും നാള് ഞാൻ അതിയാനെ പ്രാഗി 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 എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എപ്പോഴാണോ ഞാൻ കൊളോസോസ് ലേഖനത്തിൽ നിന്നുള്ള ക്ലാസ് കേൾക്കാൻ തുടങ്ങിയത്, അപ്പൊ എനിക്ക് മനസ്സിലായി പ്രാർത്ഥന എന്ന് പറയുന്നത് നന്ദി പറച്ചിലാണ്. നന്ദി പറച്ചിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മിണ്ടുന്നില്ലല്ലോ, ഒച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും താലന്ത് വർദ്ധിക്കാത്തതിന് കാരണം കർത്താവ് തരാത്തതല്ല, അത് കുഴിച്ചിട്ടതുകൊണ്ട്. 2 കിട്ടിയവൻ 4 ആക്കുന്നു. അവൻ പറയുന്നു, യജമാനനെ നന്ദി, നീ നല്ല യജമാനൻ. 3 കിട്ടിയവൻ 6 ആക്കുന്നു. അവൻ പറയുന്നു, യജമാനനെ അങ്ങ് കാരുണ്യവാനാണ്. എന്നാൽ 1 കിട്ടിയവൻ പറയുന്നു, വിതയ്ക്കാത്തടത്തുനിന്ന് കൊയ്യുകയും വിതറാത്തടത്തുനിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന ആളാണ് നീ എന്ന് എനിക്കിപ്പം മനസ്സിലായി. എന്നാ? വിതയ്ക്കാത്തടത്തുനിന്ന് കൊയ്യുകയും വിതറാത്തടത്തുനിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന ദുഷ്ടദാസനാണ് നീ എന്ന് എനിക്കിപ്പം മനസ്സിലായി. എപ്പം മനസ്സിലായിടാ നിനക്ക്? കണ്ടോ? നന്ദി പറഞ്ഞവന്റെ 2 4 ആകുന്നു. നന്ദി പറഞ്ഞവന്റെ 3 6 ആകുന്നു. നന്ദി പറയാതെ പെറുപെറുത്തവന്റെ പ്രതിഫലം എന്തായി നിങ്ങൾക്കറിയാലോ. അത് 1 കിട്ടി കുഴിച്ചിട്ടവനെ അവന്റെ കയ്യിൽ നിന്നുള്ളത് മേടിച്ച് അവനെ ബന്ധിച്ച് അവനെ പുറത്തെ ഇരുട്ടിലേക്ക് കൊണ്ടുപോയി. ഹല്ലേലൂയ. നിങ്ങൾക്ക് കിട്ടിയത് 1 ആയിക്കോട്ടെ, നിങ്ങൾക്ക് കിട്ടിയത് ഇച്ചിരി ഉള്ളായിക്കോട്ടെ, അതൊന്ന് എടുത്തുയർത്തിക്കേ, അതൊന്ന് എടുത്തുയർത്തിക്കേ, അതൊന്ന് എടുത്തുയർത്തിക്കേ. പിതാവായ ദൈവമേ എന്നൊന്ന് വിളിച്ചേ. പിതാവായ ദൈവമേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. ഭാര്യ അങ്ങനെ ചെയ്തേ, ഭർത്താവിനെ അങ്ങനെ ചെയ്തേ, മക്കളെ അങ്ങനെ ചെയ്തേ, മാതാപിതാക്കളെ അങ്ങനെ ചെയ്തേ, നിങ്ങളുടെ ഓഫീസിനെ അങ്ങനെ ചെയ്തേ, നിങ്ങളുടെ ബിസിനസിനെ അങ്ങനെ വേഗത്തിൽ ചെയ്തേ, ശരീരത്തെ അങ്ങനെ ചെയ്തേ, പഠനത്തെ അങ്ങനെ ചെയ്തേ, ഭാവിയെ അങ്ങനെ ചെയ്തേ, എല്ലാ മേഖലയും അങ്ങനെ ചെയ്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് വലിയ അഭിഷേകത്തിന്റെ നിമിഷം. സ്തുതിച്ചു 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 സ്വീകരിച്ചോ, അഭിഷേകത്തോടെ സ്വീകരിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. The most powerful prayer is thanksgiving, is thanksgiving, thanksgiving. ചെയ്തോ ചെയ്തോ ചെയ്തോ, സകലത്തിന്റെയും കെട്ടുകൾ അഴിയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ ശരീരം ഇങ്ങനെയായി പോയല്ലോ എന്ന് പറയാതെ എന്റെ ശരീരത്തിനായി പിതാവായ ദൈവത്തിന് യേശുക്രിസ്തു വഴി നന്ദി. ഞങ്ങൾ വീട് വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയാതെ ഞങ്ങളുടെ വീടിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി. എന്റെ മകൾക്ക് ഇങ്ങനെ കുറവുണ്ട് എന്ന് പറയാതെ പിതാവായ ദൈവമേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുക്രിസ്തു വഴിയായി എന്റെ മാതാവിനായിട്ട് നന്ദി, എന്റെ പിതാവിനായിട്ട് നന്ദി, യേശുക്രിസ്തു വഴിയായി എന്റെ സഭയ്ക്കായിട്ട് നന്ദി, യേശുക്രിസ്തു വഴിയായി എന്റെ സകല കരമുയർത്തി അടിച്ചോ, വിളിച്ചോ, യേശുവേ
യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹര 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 ഹര. ഇപ്പോൾ തന്നെ വലിയൊരു അഭിഷേകത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയട്ടെ, കാര്യങ്ങൾ മാറി മറിയട്ടെ. ഇന്ന് വരെ കേട്ടിട്ടും കണ്ടിട്ടുമില്ലാത്ത ഒരു അഭിഷേകത്തിന്റെ നിറവിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും നയിക്കട്ടെ. പിതാവായ ദൈവത്തിന് യേശുക്രിസ്തു വഴി, യേശുക്രിസ്തു വഴി പറഞ്ഞു പിതാവായ ദൈവത്തിന്, പിതാവായ ദൈവത്തിന് എല്ലാം മാറുന്നത് കാണാം, എല്ലാം മാറുന്നത് കാണാം. ആ മാമൂടുകാരി ചേച്ചി എന്നോട് പറഞ്ഞു, ബ്രദറെ, കഴിഞ്ഞ 2.5 വർഷമായിട്ട് എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവിനെ കൊണ്ട് ഞാൻ അനുഭവിക്കുന്ന സമാധാനം 25 വർഷം ഞാൻ അനുഭവിച്ചിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഷാലോം ടിവിയില് ബുധനാഴ്ച 7 മണിക്കുള്ള ശുശ്രൂഷ കണ്ട ആ മകള് പറയുകയാണ്, ടിവിയിലൂടെ കേട്ടാണ് ഞാനിത് പരിശീലിക്കാൻ തുടങ്ങിയത്. അപ്പൊ നിങ്ങൾ നേരിട്ട് കേൾക്കുക, നേരിട്ട് കേൾക്കുക, നേരിട്ട് കേൾക്കുക. 25 വർഷത്തെ കെട്ടുപൊട്ടാൻ ആ മകളുടെ ഒരു ചെറിയ പ്രാർത്ഥനയുടെ മാറ്റം വരുത്തിയുള്ളൂ. യാചന നിർത്തിയിട്ട് തരണേ തരണേ, വരണേ വരണേ, എടുക്കണേ വിടിക്കണേ, ഇത് നിർത്തിവെച്ച് പിതാവായ ദൈവത്തിന് യേശുക്രിസ്തു വഴി നന്ദി പറഞ്ഞു. പിതാവായ ദൈവത്തിന്, പിതാവായ ദൈവത്തിന് നിങ്ങൾ കേൾക്കുന്ന വാർത്ത വിശുദ്ധീകരിക്കപ്പെടും. നിങ്ങൾ കേൾക്കുന്ന വാർത്ത വിശുദ്ധീകരിക്കപ്പെടും. നിങ്ങൾ കാണുന്ന കാഴ്ചയെ വിശുദ്ധീകരിക്കാൻ നിങ്ങൾക്ക് കഴിയും. പറഞ്ഞു പിതാവായ ദൈവത്തിന്, പിതാവായ യേശുക്രിസ്തു വഴി നന്ദി. നന്ദി. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് പറഞ്ഞ് പഠിപ്പിച്ച പിതാവായ ദൈവത്തിന്, പിതാവായ ദൈവത്തിന് യേശുക്രിസ്തു വഴി, യേശുക്രിസ്തു വഴി. ചേട്ടാ പ്രാക്ടീസ് ചെയ്യ്, ചേട്ടാ പ്രാക്ടീസ് ചെയ്യ്. വീൽ ചെയറിൽ വന്നിരിക്കുന്നവരെ, എഴുന്നേൽക്കാൻ വയ്യാതെ വന്നിരിക്കുന്നവരെല്ലാം പ്രാക്ടീസ് ചെയ്ത് വേഗം വേഗം എഴുന്നേൽക്ക്. പിതാവായ ദൈവത്തിന് യേശുക്രിസ്തു വഴി നന്ദി. ഹല്ലേലൂയ. പറഞ്ഞോ, പിതാവായ ദൈവത്തിന് യേശുക്രിസ്തു വഴി നന്ദി. നിങ്ങൾ കഴിക്കുന്ന മരുന്നിനേക്കാൾ ശക്തിയുള്ളതാണിത്. നിങ്ങൾ കഴിക്കുന്ന നിങ്ങളുടെ ശരീരത്തിൽ കുത്തിവെച്ച് നിങ്ങളുടെ ഞരമ്പുകളിലൂടെ കയറുന്ന ഒരു ആന്റിബയോട്ടിക്കിനേക്കാൾ, ഒരു കീമോതെറാപ്പിയേക്കാൾ എത്രയോ ശക്തിയാണ്. ഉണ്ടാകട്ടെ എന്ന വാക്കുകൊണ്ട് പടച്ചുരച്ച വചനത്തിന് പിതാവായ ദൈവത്തിന് യേശുക്രിസ്തു വഴി, യേശുക്രിസ്തു വഴി നന്ദി. പിതാ പറഞ്ഞു പിതാവായ ദൈവത്തിന്, പിതാവായ യേശുക്രിസ്തു വഴി നന്ദി പറയുന്നു. പറഞ്ഞു പിതാവായ ദൈവത്തിന്, പിതാവായ ദൈവത്തിന്. കിണറിന് സ്ഥാനം കാണാൻ പോവാ, എന്നാ ചെയ്യണം? പിതാവായ ദൈവത്തിന് യേശുക്രിസ്തു വഴി നന്ദി. സ്ഥാനം കാണാൻ വന്നയാൾ എന്നോട് പറഞ്ഞു, നീ തന്നെ കുറ്റി അടിക്കണം. കുറ്റിയെടുത്ത് കൈ പിടിച്ചു പറയണം, പിതാവായ ദൈവത്തിന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി. പറഞ്ഞു പിതാവായ ദൈവത്തിന്, പിതാവായ ദൈവത്തിന്. ചേട്ടാ, ഇനി വീൽ ചെയറിൽ നിന്ന് എഴുന്നേക്കാൻ ഇവിടുന്ന് ആരും വന്നിട്ട് ചേട്ടനെ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. ഈ ഇരിക്കുന്ന ഇരിപ്പിൽ ആ വീൽ ചെയറിൽ നിന്ന് പൊടിയും തട്ടി എഴുന്നേപ്പിച്ച് പോകാൻ വേണ്ടിയുള്ള വചനം ഇപ്പൊ കേട്ട് കഴിഞ്ഞു ഓൾറെഡി. കേട്ട് കഴിഞ്ഞു ഓൾറെഡി. പിതാവായ ദൈവത്തിന്, പിതാവായ ദൈവത്തിന്. പറഞ്ഞേ പിതാവായ ദൈവത്തിന്, പിതാവായ ദൈവത്തിന്. യേശുക്രിസ്തു വഴി. യേശുക്രിസ്തു. പിതാവായ ദൈവത്തിന്, പിതാവായ യേശുക്രിസ്തു വഴി, യേശുക്രിസ്തു വഴി നന്ദി. നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് 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 ഏതാ? ഇത് പിതാവായ ദൈവം. പറഞ്ഞു വലിയ ശക്തിയുള്ളതായ ദൈവത്തിന്, പിതാവായ ദൈവത്തിന് യേശുക്രിസ്തു വഴി. പറഞ്ഞു പിതാവായ ദൈവത്തിന്, പിതാവായ ദൈവത്തിന് മാറും യേശുക്രിസ്തു വഴി. സംശയിക്കണ്ട, നന്ദി. സംശയിക്കണ്ട. പിതാവായ ദൈവം ദൈവത്തിന്. എന്തിയേ ആ കുടുംബം? ആ കുടുംബം എന്തിയേ? 20 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്നിട്ട് കൺസീവ്ഡ് ആയ അത് ഇങ്ങോട്ട് പറഞ്ഞില്ല ബ്രദറെ. അവിടെ നിന്നോ? ബ്രദറിന്റെ പേരെന്നായിരുന്നു? പേരെന്നാ പറഞ്ഞു? റോയ്. റോയ് ചേട്ടാ, 20 വർഷത്തിന് ശേഷം, 20 വർഷത്തെ കുഞ്ഞിന് വേണ്ടിയുള്ള കാത്തിരിപ്പിന് ശേഷം ദൈവം അവരുടെ ഉദരത്തിൽ ഇപ്പൊ ഒരു കുഞ്ഞിനെ കൊടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. 20 വർഷം, ലോങ് 20 years, 20 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം. അബ്രഹാം 25 വർഷം കാത്തിരുന്നല്ലേ?
അബ്രഹാമിന്റെ അടുത്ത് വരും. 20 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കർത്താവ് അവർക്കൊരു കുഞ്ഞിനെ കൊടുത്തിരിക്കുക. ഇന്ന് രാവിലെ എൻ്റെ അടുത്ത് നന്ദി പറയാൻ വന്നപ്പോൾ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. പിതാവായ ദൈവത്തിന് യേശുക്രിസ്തു വഴി നന്ദി പറഞ്ഞു. അവർ ഈ ലോകത്തിന് പരീക്ഷിക്കാൻ ഒരു മരുന്നും മന്ത്രവുമില്ല. പരീക്ഷിച്ച് വിജയിച്ച സിദ്ധാന്തമായി ഈ വായിച്ച വചനം, പിതാവായ ദൈവത്തിന് യേശുക്രിസ്തു വഴി നന്ദി. ഉദരത്തിൽ വളരുന്ന ശിശുവിന്റെ മുഴുവൻ കുറവും തീർക്കാൻ നിന്റെ അധരത്തിലൂടെ വരുന്ന ഈ വചനത്തിന് ശക്തിയുണ്ട്. വയറിലേക്ക് കൈ അമർത്തി വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, പിതാവായ ദൈവത്തിന് യേശുക്രിസ്തു വഴി എന്റെ കുഞ്ഞിനായി ഞാൻ നന്ദി പറയുന്നു. പറഞ്ഞു പിതാവായ ദൈവത്തിന് യേശുക്രിസ്തു വഴിയായി ഞാൻ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ചേട്ടാ അങ്ങ് എഴുന്നേക്ക് ചേട്ടാ. ആ വചനം വിശ്വസിച്ച് അങ്ങ് എഴുന്നേക്ക് ചേട്ടാ. മുഴുവൻ ഇൻഡസ്റ്റൈനും അങ്ങ് വിശുദ്ധീകരിക്കപ്പെടട്ടെ ചേട്ടാ. ആ വീൽ ചെയർ അങ്ങ് ഉപേക്ഷിക്കുക. അങ്ങ് തീരുമാനിക്കുക. അങ്ങ് ചാടി എഴുന്നേൽക്ക്. അഭിഷേകത്തോടെ അങ്ങ് എഴുന്നേൽക്ക്. പിതാവായ ദൈവത്തിന് അങ്ങ് ഉറപ്പിച്ചങ്ങ് എഴുന്നേൽക്ക്. യേശുക്രിസ്തു വഴി നന്ദി പറയുന്നു. അത്രേ ഉള്ളൂ. ഹല്ലേലൂയ. അത്രേ ഉള്ളൂ. ഇതങ്ങോട്ട് വിശ്വസിക്ക്. കിഡ്നിയും ആന്തരിക അവയവങ്ങളും എല്ലാം ഇന്ന് ചേട്ടാ ഇനി ഞാൻ പറഞ്ഞില്ലേ, ഇനി ആരും വന്ന് കൈ പിടിക്കാനൊന്നും കാത്തു നിൽക്കണ്ട. പിതാവായ ദൈവത്തിന് യേശുക്രിസ്തു വഴി നന്ദി പറഞ്ഞോണ്ട് അങ്ങ് ചാടി എഴുന്നേൽ. ഇച്ചിരി വീൽ ചെയർ പുറകോട്ട് മാറ്റിക്കുക. എന്നാലേ അദ്ദേഹത്തിന് ഇവിടെ കാല് ചവിട്ടാൻ പറ്റുള്ളൂ. ഇച്ചിരി പുറകോട്ട് മാറ്റിക്കുക വീൽ ചെയർ. പിതാവായ ദൈവത്തിന് പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു. ഇതങ്ങ് പറഞ്ഞു. പിതാവായ ദൈവത്തിന് യേശുക്രിസ്തു വഴി നന്ദി പറഞ്ഞു. പിതാവായ ദൈവത്തിന് യേശുക്രിസ്തു വഴി നന്ദി. ചേച്ചി ഇത് വലിയൊരു വിശ്വാസത്തിന്റെ സമയമാ. വിശ്വാസത്തിന്റെ പ്രതിഫലനം ഉണ്ടാകേണ്ട സമയമാ. ഇവിടെ ഈ സൈഡ് വിശ്വാസത്തിന്റെ പ്രതിഫലനം ഉണ്ടാകേണ്ട സമയം. അമ്മയുടെ പേരെന്നാ? അന്നമ്മ. എത്ര നാളായി വീൽ ചെയറിലായിട്ട്? എന്നാ പറ്റിയതാ? നടു പൊട്ടിപ്പോയതാ. 2 വർഷമായി. 2 വർഷം. ഇന്ന് എഴുന്നേക്കട്ടെ. നമുക്ക് ഈശോയുടെ സാക്ഷിയായിട്ട് എഴുന്നേക്കണ്ടേ? ഇതൊന്ന് പറഞ്ഞു ചേച്ചി. ഇതൊന്ന് പറഞ്ഞു അന്നമ്മ ചേച്ചി. ഇതൊന്ന് പറഞ്ഞു. പിതാവായ ദൈവത്തിന് യേശുക്രിസ്തു വഴിയായി ഞങ്ങൾ നന്ദി പറയുന്നു. പറഞ്ഞു. ഇതാ കർത്താവിന്റെ ദാസി. പിതാവായ ദൈവത്തിന് ഇതാ കർത്താവിന്റെ ദാസി. നട്ടലുകൾ നിവരട്ടെ. അസ്ഥി നാഡീ ഞരമ്പുകൾ ജീവൻ പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ. കാലം കൊണ്ട് ഉറപ്പിക്കുക. വീൽചെയർ അങ്ങോട്ട് മാറ്റ്. മെല്ലെ സ്റ്റെപ്പ് അങ്ങോട്ട് വെച്ച് തുടങ്ങ്. പിതാവായ ദൈവത്തിന് പോട്ടെ. മെല്ലെ സ്റ്റെപ്പ് അങ്ങോട്ട് വെച്ച് തുടങ്ങ്. പിതാവായ ദൈവത്തിന് 3 വീൽ ചെയറിലുള്ളവർ എഴുന്നേറ്റാൽ പോരാ. ഇന്നിവിടെ വയ്യാതെ വന്നിരിക്കുന്ന മുഴുവൻ പേരും ജീവൻ പ്രാപിക്കണം. ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന് എണീക്കടോ സാറേ. പിതാവായ ദൈവത്തിന് ഹല്ലേലൂയ. കൈ അടിച്ച് സ്തുതിക്കാം. പിതാവായ ദൈവത്തിന് ആണ്ടപോന്നു വീൽ ചെയർകാരൻ കൈ അടിച്ച് സ്തുതിച്ചു. അഭിഷേകത്തിൽ നിറഞ്ഞു. പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചു. നട്ടലുകൾ ജീവൻ പ്രാപിക്കട്ടെ. അസ്ഥി നാഡീ ഞരമ്പുകൾ മുഴുവൻ വചനത്തിന്റെ മുമ്പിൽ കീഴടങ്ങട്ടെ. വചനത്തിന്റെ ശക്തിക്ക് മുമ്പിൽ കീഴടങ്ങട്ടെ. ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന് ഇത് പറ. ഇങ്ങോട്ട് നോക്ക്. ആരുടെയെങ്കിലുമൊക്കെ അനുഭവങ്ങൾ കണ്ടുകൊണ്ടും വീക്ഷിച്ചുകൊണ്ടും ഇരിക്കുക വളരെ എളുപ്പമാണ്. വ്യക്തിപരമായി ഒരു ദൈവാനുഭവമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിങ്ങളുടെ രോഗമുള്ളിടത്ത് കൈകൾ വെച്ചോ. എന്നിട്ട് അധികാരത്തോടെ ഒന്ന് അധരം തുറന്നു പറ. പിതാവായ ദൈവത്തിന് യേശുക്രിസ്തു വഴി ഞാൻ നന്ദി പറയുന്നു. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? ഇത് ആർക്കാ കാണാതെ പഠിക്കാൻ പറ്റാത്തെ? ഇങ്ങോട്ട് നോക്കി. ഇത് ആർക്കാ കാണാതെ പഠിക്കാൻ പറ്റാത്തെ? എത്ര എളുപ്പമായത്! എന്ത് ഷോർട്ടാണ് ഈ പ്രാർത്ഥന!
എത്ര ചെറിയ ഒരു വാക്കാണിത്, എത്ര ചെറിയ പ്രാർത്ഥന. ഇതാർക്കാ ചെയ്യാൻ പറ്റാത്ത? ഒന്ന് ചെയ്തു തുടങ്ങിയ. പിതാവായ ദൈവമേ, പിതാവായ യേശുക്രിസ്തു വഴി യേശുക്രിസ്തു വഴി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, യേശുക്രിസ്തു വഴി യേശുക്രിസ്തു വഴി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് ഒരു അഭിഷേകത്തിന്റെ നിമിഷമായിട്ട് മാറ്റപ്പെടുന്ന നിമിഷങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. നമ്മൾ സ്തുതിക്കാൻ പോകുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾ രണ്ട് കാര്യം ചെയ്യും. പ്രത്യേകിച്ച് ഓൺലൈനിലോ ഓഫ്ലൈനിലോ ആയിക്കോട്ടെ, ഇന്ന് ശുശ്രൂഷയെ സംബന്ധിക്കുന്ന അത്രയും മക്കൾ, നിങ്ങൾ സാധാരണ ഞായറാഴ്ചയോ വ്യാഴാഴ്ചയോ ശുശ്രൂഷ പങ്കെടുക്കുന്ന പോലെ ഇന്ന് പങ്കെടുത്താൽ പോരാ. കാരണം ഇത് വലിയ ശക്തമായ പ്രവർത്തനങ്ങളെ നമ്മുടെ ഇടയിൽ ചെയ്യാൻ ശക്തിയുള്ള വചനമാണ് ഇപ്പോൾ പുറപ്പെടുന്നത്. അതുകൊണ്ട് കണ്ണ് ഇറുക്കി അടച്ച് സമാധാനത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. നിങ്ങളുടെ ശരീരത്തില് എവിടെയാണോ സൗഖ്യം വേണ്ടിയത് അവിടേക്ക് കൈകളെ അമർത്തി വെക്കുക. നടുവിനാണെങ്കിൽ നട്ടലിലേക്ക് കൈ അമർത്തി വെക്കുക. കഴുത്തല്ലിലാണെങ്കിൽ കഴുത്തലിലേക്ക് കൈ അമർത്തി വെക്കുക. എവിടെയാണ് നിങ്ങൾക്ക് സൗഖ്യം വേണ്ടിയത് അവിടേക്ക് കൈ അമർത്തി വെക്കുക. എന്നിട്ട് ഇങ്ങനെ പറയുക, പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞാൻ എന്റെ സൗഖ്യത്തെ സ്വീകരിക്കുന്നു. ഞാൻ എന്റെ സൗഖ്യത്തെ സ്വീകരിക്കുന്നു. ഞാൻ എന്റെ സൗഖ്യത്തെ സ്വീകരിക്കുന്നു. ഞാൻ എന്റെ സൗഖ്യത്തെ സ്വീകരിക്കുന്നു. ഞാൻ എന്റെ അത്ഭുതത്തെ സ്വീകരിക്കുന്നു. ഞാൻ എന്റെ അത്ഭുതത്തെ സ്വീകരിക്കുന്നു. പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അതെ, ആ കറുത്ത ഷർട്ടിട്ട് ആ മനുഷ്യൻ ഈശോയുടെ മഹത്വത്തെ വലിച്ചു കൊണ്ടുവരുന്നു, വിളിച്ചിറക്കുന്നു തന്റെ ശരീരത്തിലേക്ക്. അയാളെ വിളിച്ചേ, എന്നെ പോലെ മുടിയില്ലാത്ത ആള് കേറി വാ. ആ മനുഷ്യൻ ഇത് പറയുമ്പോഴത്തേക്കും ഈ നന്ദി പറച്ചിലിന് ഭയങ്കര ശക്തിയാണ്. ഈ നന്ദി പറച്ചിലിനെ ഭയങ്കര ശക്തിയാണ്. അത് പറയുമ്പോഴത്തേക്കും അതിന്റെ മഹാശക്തി അങ്ങ് വന്ന് വീശി അടിക്കുകയാണ്. ശരീരത്തിലേക്കും മനസ്സിലേക്കും ആത്മാവിലേക്കും അത് വന്ന് വീശി അടിക്കുകയാണ്. പറഞ്ഞോ, പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. ഞാൻ നന്ദി പറയുകയാണ്. ഞാൻ നന്ദി പറയുകയാണ്. ഞാൻ നന്ദി പറയുകയാണ്. ഇനിയും പറ. പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. എന്നാ പേര്? സന്തോഷേ. ഇതെന്നറിയോ? സന്തോഷ് ഇവിടെ നിന്ന് ഇത് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്തുണ്ടല്ലോ, സന്തോഷിന്റെ ഈ നട്ടലിന്റെ ഈ ഭാഗം മുഴുവൻ ഈ വചനത്തിന്റെ ശക്തി വന്നടിക്കുകയാണ്. സന്തോഷിനറിയാം, 47 പ്രാവശ്യം പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് ലേഖനങ്ങളിൽ മാത്രം പഠിപ്പിച്ചിട്ടുള്ള അമൂല്യമായ സത്യമാണ് കൃതജ്ഞതാ പ്രകാശനം. ഒരു കുർബാന എന്താണെന്നറിയാമോ? അത് കൃതജ്ഞതാ ബലിയാണ്. കൃതജ്ഞതാ ബലിയാണ്. നിങ്ങൾ വായിച്ചു നോക്ക്, കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം വ്യക്തമായി പഠിപ്പിക്കുന്നു, ഓരോ ബലിയും കൃതജ്ഞതാ ബലിയാണ്. ഈശോ തന്നെ അർപ്പിച്ചതിന് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ അർപ്പിക്കുകയാണ് അവിടുത്തെ തിരുശരീരവും തിരുരക്തവും. ഈ മനുഷ്യനെ ഈശോ സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. സന്തോഷിന്റെ നട്ടല് മുഴുവൻ കർത്താവിന്റെ മഹത്വം വ്യാപിക്കുന്നു. ഈശോയെ, ഈശോ ആള് മാറട്ടെ. പിതാവായ ദൈവത്തിന് യേശുക്രിസ്തു വഴി നന്ദി അർപ്പിക്കുന്നു. പിതാവായ അട്ടിമുട്ടി സൗഖ്യത്തിന്റെ അനുഭവം ഉണ്ടാവുക. പെട്ടെന്ന് ബുക്ക് എഴുതി അച്ഛൻ്റെ അടുത്തോട് കൊണ്ടുവന്നു. അതൊരു വലിയ അഭിഷേകത്തിന്റെ നിമിഷമായി മാറുകയാണ്. ഹല്ലേലൂയ. കൈയടിച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോ ഒന്ന് വിളിച്ചേ ഈശോയെ,
ഈശോയെ, ഈശോയെ. പിതാവായ ദൈവത്തിന് പിതാവായ ദൈവത്തിന് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പറഞ്ഞോ, പിതാവായ ദൈവത്തിന് പിതാവായ ദൈവത്തിന് യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഇതൊന്ന് പരിശീലിച്ചേ, ഇതൊന്ന് പരിശീലിച്ചേ, ഇതൊന്ന് പരിശീലിച്ച്. സന്തോഷം എവിടുന്നാ വരുന്നേ? എന്തിനാ കരയുന്നു കൂട്ടാ? എന്തിനാ കരയുന്നേ? കുറെ 2 മാസമായിട്ട് ഭയങ്കര ബാക്ക് പെയിൻ ആണ്. എഴുന്നേറ്റിട്ട് നിവർന്ന് നിൽക്കാൻ പറ്റില്ല. ഇവിടുന്ന് നിൽക്കാൻ പോലും. പിന്നെ സ്കിന്ന് മൊത്തം 6 വർഷം. കണ്ടു കറുത്ത പാടിങ്ങനെ വട്ടം വരുന്നല്ലേ അല്ലേ? അതെ, മൊത്തം പുറത്ത് ഇവിടെ ഇങ്ങനെ അല്ലേ, ഇങ്ങനെ വരച്ച് പുഴുങ്ങുവാ അല്ലേ? എങ്ങും ഇരിക്കാൻ പറ്റില്ല. AC-ലൊക്കെ ഉണ്ട്, പുറത്തിറങ്ങാൻ പറ്റില്ല. AC ഇല്ലാതെ, എയർ കണ്ടീഷനിലല്ലാതെ ഒരു സ്ഥലത്ത് പോയി ഇരിക്കാൻ പറ്റത്തില്ല. അതാണ് അവസ്ഥ. പുറമെല്ലാം ഇങ്ങനെ വട്ടം കറുത്ത പാട്ടുകളാണ്. പിതാവായ ദൈവത്തിന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു. ഇത് പിടിച്ചോ സന്തോഷം. കുനിഞ്ഞു നിവർന്നേ, നട്ടൽ നോക്കിക്കേ, പൊങ്ങി ചാടി നോക്കിക്കേ. ഓ, ഇനി വളഞ്ഞും തിരിഞ്ഞും ഇടഞ്ഞും ഒക്കെ ചെയ്തു നോക്കിക്കേ. എന്നൊക്കെ ചെയ്യണം അതെല്ലാം ഒന്ന് ചെയ്ത്. ആദ്യമായിട്ടാണോ ഇവിടെ വരുന്നത്? ഇവിടെ വരാറുള്ള ആളാണോ? എല്ലാ വ്യാഴാഴ്ച പേര് എവിടുന്നാ വരുന്നേ? അടുത്ത് തന്നെ ഇവിടെ കൊരട്ടിക്കാരനാ? അല്ലേ, ബിസിനസ്സുകാരനാണോ? എന്നാ കച്ചവടക്കാരനാ? ഈ അസ്വസ്ഥത കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇന്നുണ്ടല്ലോ 4 മണിയാകുമ്പത്തേന് ശരീരം മുഴുവൻ അങ്ങ് വെട്ടി വേർക്കും. പേടിക്കരുത് കേട്ടോ. 4 മണിയാകുമ്പത്തേന് ശരീരം മുഴുവൻ അങ്ങ് വെട്ടി വേർക്കും. ഭയപ്പെടരുത് കേട്ടോ. ഇത് ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഈശോയുടെ ഇടപെടലിന്റെ സമയമാണ്. ഈ സന്തോഷം മാത്രമല്ല കേട്ടോ, ഇവിടെ ഇരിക്കുന്ന പലരോടും കർത്താവ് വളരെ വ്യക്തിപരമായിട്ട് കാശ് കിട്ടാനുള്ളവന്റെ പുറകെ കുറെ പ്രാവശ്യം നടന്നിട്ട് അത് കിട്ടുന്നില്ലല്ലേ? കുറെ ഉണ്ട്. ഇതേ നമുക്ക് ആ കുറേയുള്ള പൈസയുടെ അകത്ത് ഈശോയുടെ ഒരു ഇടപെടൽ നടക്കും. സത്യത്തിൽ അതിൻ്റെ അകത്ത് പെട്ടുപോയി കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അവരൊരു വലിയ മാഫിയാണ്. ഈശോയെ, ഇതൊന്ന് നമുക്കൊന്ന് വിശ്വസിക്കാം. ഇന്ന് കർത്താവ് ഒരു മുടി നീട്ടി വെള്ളഷർട്ടിട്ട് വരുന്ന, നീണ്ട മുടിയുമായിട്ട് വെള്ളഷർട്ടിട്ട് വരുന്ന ഒരു മനുഷ്യൻ, അയാളുടെ പുറകിലുള്ള വ്യക്തികൾ, ഇത് മുഴുവൻ ഈശോ ഇപ്പൊ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് ദൈവം ഇതിൻ്റെ അകത്ത് ഇടപെടാൻ പോവാ. സന്തോഷം വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും സന്തോഷം വിശ്വസിക്കുന്നുണ്ട്. കാരണം ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുമായിട്ട് സന്തോഷം വന്നിട്ട് സന്തോഷം കൊല്ലങ്ങളായിട്ട് കുടുങ്ങി കിടക്കുക. ഇന്ന് ഈ ഡിവൈനിൽ വെച്ച് കർത്താവ് ആ കുരുക്കിനെ അഴിക്കുക. കാരണം ഏറ്റവും ശക്തിയുള്ള പ്രാർത്ഥനയായത്. നന്നായിട്ട് കൈയടിച്ച് സ്തുതിക്കുക. ഏറ്റവും ശക്തിയുള്ള പ്രാർത്ഥനയായത് ഏതാണ്? പിതാവായ ദൈവത്തിന് യേശുക്രിസ്തു വഴിയായി നന്ദി. അതാർക്കാ പഠിക്കാൻ പറ്റില്ലാത്തേ? ആർക്കാ പ്രാർത്ഥിക്കാൻ പറ്റില്ലാത്ത? അത് പിതാവായ ദൈവത്തിന് 7 ദിവസത്തിനുള്ളില് ഒരാൾ സംസാരിക്കാൻ വേണ്ടി വരും. അതായത് അടുത്ത വ്യാഴാഴ്ച ഇവിടെ വരുന്നതിന് മുമ്പ് ഒരാൾ സംസാരിക്കാൻ വേണ്ടി വരും. അപ്പൊ ആ ആള് വഴിയായിട്ട് അവരെ അപ്രോച്ച് ചെയ്തു. പൈസ 1 രൂപ നഷ്ടപ്പെടുകയല്ല, അത് മുഴുവൻ തിരിച്ചു കിട്ടും. ഹല്ലേലൂയ. ഈശോ അത് ചെയ്തു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്താ മതി? നന്ദി പറഞ്ഞേച്ചാ മതി. പറ നന്ദി. പിതാവായ ദൈവത്തിന് പച്ച ഷർട്ട് ഇട്ടിരിക്കുക, കളങ്കളം പച്ച ഷർട്ട് ഇട്ടിരിക്കുന്ന ആളുടെ ഇപ്പുറത്ത് നിൽക്കുന്ന ആളെ ഒന്ന് വിളിക്കാമോ? അദ്ദേഹത്തെ ഒന്ന് വിളിക്കാമോ? നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് ഒന്ന് ഓടി വരും. നിങ്ങൾ ഇവിടെ 5 ദിവസമായിട്ട് ധ്യാനിച്ചുകൊണ്ടിരിക്കുക അല്ലേ? വാ, അത് തന്നെ. ഒന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഇന്നൊന്ന് ആഴമായിട്ട് വിശ്വസിച്ചോ ബ്രദറെ. ഇത് ഭയങ്കര ശക്തിയുള്ള നന്ദി പറച്ചിലിന്റെ സമയമാണ്. എന്താ പേര്? തങ്കച്ചൻ ചേട്ടൻ. ഒന്ന് വിശ്വസിച്ചോ.
ഒരുപാട് കുരുക്കുകൾ ഈ മനുഷ്യനെ കുരുക്കിയിട്ടിരിക്കുന്നിടത്തുനിന്ന് കർത്താവ് കെട്ടഴിച്ചു കൊണ്ടുവരികയാണ്. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റുന്ന തങ്കച്ചന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോ, ഈശോ, തങ്കച്ചനെ തൊടണേ, തങ്കച്ചനെ തൊടണേ ഈശോയെ. ഒന്നു തൊട്ടാലും നാഥാ സൗഖ്യം തന്നാലും ഈശോ, നിൻകരാങ്കുലി സ്പർശനത്താൽ പൂർണ്ണ സൗഖ്യം ഞാൻ നേടുവാ. ഒന്നു തൊട്ടാലും നാഥ സൗഖ്യം തന്നാലും അഴിയുകയാണ്. കൊണ്ടുപോയി നിൻകരാങ്കുലി സ്പർശനത്താൽ പൂർണ്ണ സൗഖ്യം ഞാൻ നേടുവാ. ഒരു ശക്തിക്കും മതി 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 മതി. നന്ദി പറച്ചിലിന്റെ മുമ്പിൽ ഒരു പൈശാചിക ശക്തിക്കും നിൽക്കാൻ പറ്റില്ല. കാരണം ഇത് മകന്റെ തിരിച്ചറിവാണ്. ഇത് പ്രതിഫലം വാങ്ങുന്ന ദാസന്റെ ഇടപാടല്ല. ഇത് മകനെന്ന് തിരിച്ചറിഞ്ഞവന്റെ ജീവിതമാണ്. 19 വർഷം വലഞ്ഞു അല്ലേ? സമയമായി. ഒരു മിനിറ്റ് കൂടെ. നിനക്ക് ഇവിടെ തുടരാൻ അധികാരമില്ല. ലീവ്. വിട്ടോ 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 വിട്ടോ. നോക്കാം, കൈയടിച്ചൊന്ന് സ്തുതിച്ചു. ഈശോയെ ഒന്ന് വിളിച്ചു. സഹോദരങ്ങളെ, ഇത് വലിയ ദിവ്യമായ രഹസ്യമാണ്. എത്ര ശക്തിയുണ്ട് നമ്മുടെ നന്ദി പറച്ചില്ലെന്നറിയാമോ? എത്ര ശക്തമാണ്. നീ ഒന്ന് നന്ദി പറയാൻ തുടങ്ങാമോ കൂട്ടാ? നീ ഒന്ന് നന്ദി പറയാൻ തുടങ്ങാമോ? നിന്റെ കുരുക്കുകൾ മുഴുവൻ അഴിയുകയാണ്. നീ ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങ്. ബാക്കിയെല്ലാം നിനക്ക് വേണ്ടി കർത്താവ് ചെയ്തോളൂ എന്നാ പറയുന്നേ. നിനക്ക് വൈഷമ്യമായിട്ട് കേറി കെട്ടാൻ കഴിയാത്ത മേടുകളിലൂടെ നിന്നെ നടത്തി കയറ്റാൻ നിന്റെ കർത്താവ് കൈപിടിച്ചിരിക്കുന്നു. പലർക്കും വേണ്ടി ഇപ്പൊ ദൈവം ഇടപെടുന്ന നിമിഷമാണ്. നിങ്ങൾ നിൽക്കുന്ന ഇടത്ത് മകളെ മകളെ യേശുവെന്ന് വിളിച്ചോ. അവിടെ ഞാൻ നിന്റെ ദൈവമല്ലേ. ഞാൻ എന്താണ് പറയുന്നത് ശ്രദ്ധിച്ചു. ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. ഏറ്റവും ശക്തിയുള്ള ഒരു പ്രാർത്ഥന ഈശോ നിന്നോട് നടത്താൻ പറയുന്നു. അത് 100 കാര്യങ്ങൾ നടക്കാനുള്ളപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. നന്ദി പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. അത് കുരുക്കുകളെ അഴിക്കുന്നു, അത് ബന്ധനങ്ങളെ പൊട്ടിക്കുന്നു, അത് ചങ്ങലകളെ തകർക്കുന്നു. നിനക്ക് വേണ്ടി ഇതാ വചനത്തിന്റെ ശക്തി ഇറങ്ങും. ഇവിടെ പലർക്കു വേണ്ടിയും വചനത്തിന്റെ ശക്തി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. 2 കൈ ഉയർത്തിപ്പിടിച്ചേ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടെന്ന് പ്രാർത്ഥിച്ചേ. എന്താ പേര്? വരൂ വരൂ വരൂ. എന്നാ പറ്റിയതാ ഈ വലത്തെ തോളിന്? എന്ത് പറ്റിയതാ? വേദന എടുക്കുന്നു. കുറെ വർഷമായിട്ട് ഇവിടെ വേദന. കേട്ടില്ല. കുറെ വർഷമായിട്ട് ഈ തോളിൽ കുറെ വർഷമായിട്ടുള്ള വേദനയാ. ഈ വലത്തെ ഭുജത്തിലേക്ക് ഇടത്തെ കൈയൊന്ന് എടുത്തു വെച്ചേ. പേരെന്നാ? ദേവസ്യ. പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, യേശു ക്രിസ്തു വഴിയായി ദേവസ്യ എന്ന ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. കാരണം എന്റെ വലത്തെ തോളിനെ അങ്ങ് സുഖപ്പെടുത്തിയിരിക്കുന്നു. അവിടുത്തെ മുറിവിനാൽ എനിക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു. ഈ ബ്രദറിന് വേണ്ടി
വേണ്ടി നമുക്കൊന്ന് കൈ അടിച്ചൊന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. നന്നായിട്ട് കൈയടിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. നന്നായിട്ട് കൈയടിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഇത് അതിന്റെ നിമിഷങ്ങളാണ്. ഇത് അതിന്റെ നിമിഷങ്ങളാണ്. ഇത് ഈശോ ഇടപെടുന്ന നിമിഷമാണ്. നമുക്കൊന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഈശോയേ, 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 യേശുവേ, ഈശോയേ, ഈശോയേ, ഈശോയേ. ഈ കൈ ഉയർത്തുന്ന ഉടനെ ഇവിടെ ഒരു ലോക്ക് ഇങ്ങനെ വന്ന് വീഴുന്ന പോലെ ഒരു അവസ്ഥയാ അല്ലേ? അതെ അതെ. ഇങ്ങനെ ഒരു ലെവല് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ താഴോട്ട് വലിക്കും ഒരു ലോക്ക് വന്ന്. അതെ അതെ. ഇത്രയൊക്കെ പൊക്കാൻ കുഴപ്പമില്ല. അതിന് മേളോട്ട് പൊങ്ങുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ലോക്ക് വന്ന് വീഴുന്ന പോലെ വേദന. ഭയങ്കര വേദന. വെറുതെ ഉയർത്തിക്കും. താഴ്ത്തിട്ട് ഉയർത്തിക്കും. നന്നായിട്ട് ഉയർത്തിക്കും. ഒന്ന് അച്ഛന് പനക്കലച്ഛൻ്റെ അടുത്തോട്ട് ഓടിച്ചൊന്നൊരു ആശീർവാദം മേടിച്ചോ. കൈ അടിച്ചൊന്ന് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് എങ്ങനെയാണ് നമുക്കിത് വിശ്വസിക്കാൻ? നിനക്കൊന്ന് വിശ്വസിക്കാൻ കഴിയുമോ? വചനത്തിന് വലിയ ശക്തിയുണ്ട്. ആ വചനത്തിന്റെ ശക്തിക്ക് നിന്നെ സ്പർശിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. വിശ്വസിക്കും അങ്ങനെ. പിതാവായ ദൈവത്തിന്, എല്ലാരും പറഞ്ഞേ, പിതാവായ ദൈവത്തിന് യേശുക്രിസ്തു വഴി, യേശുക്രിസ്തു വഴി നന്ദി അർപ്പിക്കുന്നു. ഇതൊന്ന് പരിശീലിക്കാമോ? പിതാവായ ദൈവത്തിന് വളരെ സിമ്പിൾ ആണ്. എന്നാൽ ഇതുപോലെ ശക്തിയുള്ള ഒരു പ്രാർത്ഥനയില്ല. കാരണം നമ്മൾ ദൈവത്തിന് നന്ദി പറയും തോറും നമ്മിലേക്ക് നന്മ വന്നു ചേരുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലാസറിന്റെ കുഴിമാടത്തിൽ പോയി ഈശോ നടത്തിയ പ്രാർത്ഥനയുടെ പേര് താങ്ക്സ്ഗിവിംഗ് എന്നാണ്. ലാസറെ പുറത്തു വരിക എന്ന് പറയുന്നതിന് മുമ്പേ നീ എന്റെ പ്രാർത്ഥനകളെല്ലാം കേൾക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്നാ പറഞ്ഞു. ഹല്ലേലൂയ. ഇത് ഈ വെള്ളഷർട്ടിട്ട ചേട്ടന്റെ പേരെന്നാ? ലൈജു. വിശ്വസിക്കുക. അതിതീഷ്ണമായ നിലയിൽ ലൈജു വചനത്തിന്റെ ശക്തി നിനക്ക് വേണ്ടി വ്യാപിക്കുന്നുണ്ട്. ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരെയും വ്യക്തിപരമായി ഞാൻ വിളിച്ചു പറയട്ടെ. ചേച്ചിയുടെ പേരെന്നാ? മിന്റ. വിശ്വസിക്കുക. അവിടെ നിന്ന് വിശ്വസിക്കുക മകളെ. പിതാവായ ദൈവത്തിന് പറഞ്ഞു, പിതാവായ ദൈവത്തിന് യേശുക്രിസ്തു വഴി, യേശുക്രിസ്തു വഴി ഞാൻ നന്ദി പറയുന്നു. ഞാൻ നന്ദി പറയുന്നു. പിതാവായ ദൈവത്തിന്, പിതാവായ ദൈവത്തിന് യേശുക്രിസ്തു വഴി ഞാൻ നന്ദി പറയുന്നു. ഇതൊന്ന് കാണുക. ഈ നന്ദി പറച്ചിലിന്റെ ശക്തി പിടിച്ചോണം ആരെങ്കിലും. ഈ നന്ദി പറച്ചിലിന്റെ ശക്തി എങ്ങനെയാണ് ഈ മനുഷ്യനെ സ്വാധീനിക്കാൻ പോകുന്നതെന്ന് എല്ലാവരും കണ്ണു തുറന്ന് കാണുക. ആരുടെയും കൈ അയാളെ തൊടുന്നില്ല. പക്ഷേ ദ പവർ ഓഫ് താങ്ക്സ്ഗിവിംഗ് അയാളുടെ ജീവിതത്തെ കുരുക്കഴിച്ച് രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് കൈ ഉയർത്തി പിടിച്ചു സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, ഹല്ലേലൂയ. ചങ്ങലകൾ പൊട്ടട്ടെ. ഒരുപാട് പ്രശ്നങ്ങളുടെ അകത്തുനിന്ന് കുരുക്കഴിച്ച് കർത്താവ് രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന്, പിതാവായ ദൈവത്തിന് യേശുക്രിസ്തു വഴി, യേശുക്രിസ്തു വഴി നന്ദി പറയുന്നു. നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, വലിയ സംഭവങ്ങൾ 17 ദിവസം മുമ്പ് 15-17 ദിവസം മുമ്പ് സംഭവിച്ച ഒരു സംഭവ വികാസ നിമിത്തം നീ പാടേ തകർന്നു പോയി അല്ലേ? അതെ. ഈശോ ഇതാ നിന്റെ ഭവനത്തിലേക്ക് ഇറങ്ങി വരുന്നു മകനെ. അവന് നിന്നോട് സംസാരിക്കാൻ വാക്കുണ്ട്.
15 ദിവസം മുമ്പ് സംഭവിച്ച പ്രശ്നങ്ങളുടെ അകത്തുനിന്ന്, തീക്കകത്തുനിന്ന് ഒരു വിറക് കൊള്ളിയെ വലിച്ചൂരുന്നത് പോലെ നിന്നെ രക്ഷിക്കാൻ വേണ്ടി കർത്താവിന്റെ മാലാഖ നിനക്ക് വേണ്ടി പുറപ്പെടുന്നു. ഓടിച്ചല്ല, അച്ഛൻ്റെ അടുത്തോട് ഓടിച്ചെന്ന് പ്രാർത്ഥന നേടിച്ചോ, കൈ അടിച്ചു സ്തുതിച്ചോ, ഈശോയെ എന്ന് വിളിച്ചോ, കൈ എടുത്ത് പിടിച്ചോ. ഈശോയെ ഏറ്റവും പല സന്ദർഭങ്ങളിലും കൃതജ്ഞതാ പ്രകാശനമാകുന്ന പ്രാർത്ഥന നമുക്ക് ചെയ്യാൻ കഴിയാത്തതിൻ്റെ പ്രധാന കാരണം യേശുക്രിസ്തുവിലൂടെ എല്ലാം നൽകപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ തന്നിരിക്കുന്നു എന്ന അറിവില്ലാത്തത് കൊണ്ടാണ്. റോമ 8:32 സംശയലേശമന്യേ നമ്മോട് പ്രഖ്യാപിക്കുന്നു, ഈശോ എന്ന സ്വന്തം പുത്രനെ തന്നെങ്കിൽ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? എല്ലാം തന്നു കഴിഞ്ഞെങ്കിൽ ഇനി എന്താണ് പ്രാർത്ഥന? എല്ലാം തന്നു കഴിഞ്ഞെങ്കിലാണ് പ്രാർത്ഥന തുടങ്ങുന്നത്. ആ പ്രാർത്ഥന യാചനയല്ല, നന്ദി പറച്ചിലാണ്. തുടങ്ങിക്കോ. പിതാവായ ദൈവത്തിന് യേശുക്രിസ്തു വഴിയായി നന്ദി പറയുന്നു. മറ്റൊന്നും നീ നോക്കണ്ട, വേറൊന്നും നീ നോക്കണ്ട. ജസ്റ്റിനെ, നിന്നോട് കർത്താവ് വ്യക്തിപരമായി സംസാരിച്ചു പറയുന്നു, നിന്റെ കുരുക്കുകൾ അഴിഞ്ഞിട്ടുണ്ട്. വചനത്തിന്റെ ശക്തിയാൽ നിന്റെ കെട്ടുകൾ പൊട്ടിയിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ എന്റെ ദൈവമേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ജസ്റ്റിനെ പോലെ 2 ചെറുപ്പക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രേരണ ഇപ്പോഴുണ്ട്. ബ്രദറെ, കേസുകളിൽ ഞാൻ കുടുങ്ങിക്കിടക്കുകയാണ്. എന്നെ രക്ഷിക്കാൻ കർത്താവിനല്ലാതെ പറ്റില്ല. അതിൽ ഒരാൾക്ക് ഭാര്യ കൊടുത്ത കേസുകളാണ്, മറ്റൊരാൾക്ക് ഒരു പ്രശ്നമുണ്ടായ കേസുകളാണ്. ആ 2 ചെറുപ്പക്കാർക്കും ഇപ്പോൾ രക്ഷയുണ്ട്. പെട്ടെന്ന് മുന്നോട്ട് പോരെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ കരമാണ് വ്യാപിച്ചു നിൽക്കുന്നത്. കേസുകൾ നിമിത്തം ഞാൻ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ് എന്ന് പറയുന്ന 2 വ്യക്തികൾ പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് ഓടിവാ. കർത്താവിന്റെ രക്ഷ വ്യാപിച്ചുകൊണ്ട് ഞാൻ വ്യക്തമായിട്ട് കാണുന്നു, അതുകൊണ്ടാണ് വിളിക്കുന്നത്. ഓടിവാ മകനെ, ഓടിവാ, ഓടിവാ, ഓടിവാ. ഇനി ഒരാള്, ഇയാളുടെ കേസ് ഏത് തരത്തിലുള്ള കേസാണ്? ഭാര്യ കൊടുത്ത കേസുകൾ. ഇതിനകത്ത് ഇപ്പോൾ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കേണ്ടിയത് പിതാവായ ദൈവത്തിന്. ഏത് കേസാ? ഒരു വീടിന്റെ സ്ഥലം സംബന്ധിച്ചുള്ള ഒരു കാര്യം വെളിപ്പെടുന്നുണ്ട്. അത് ആരുടെയാണെന്ന് വല്ല വെളുത്തമുണ്ട്? എന്തിനാ? ചേട്ടന്റെ ആണോ? ഇപ്പൊ ഈ 3 പേരിപ്പോൾ തയ്യാറാവുക. എന്റെ മകനെ, നിനക്കിന്നൊരു വലിയ വിടുതല വ്യാപി. നീ ആ അൽത്താരയുടെ മുമ്പിൽ പോയി ഒന്ന് നിന്നേ. ആ അൽത്താരയുടെ മുമ്പിൽ പോയി ഒന്ന് നിന്നേ. പിതാവായ ദൈവത്തിന് എല്ലാരും ഈ മകന് വേണ്ടി ഒന്ന് കൈ നീട്ടിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നോ. അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് പോക്കോ. അവിടെ ഒന്ന് ശാന്തനായിട്ട് ഇങ്ങോട്ട് കയറി നിന്നോ. അവിടെ നില്ല്, കൈ തുറന്നു പിടിച്ചോ. ഈശോയുടെ തൊടല് നിനക്കുണ്ടാവും. നിന്നെ അടിമപ്പെടുത്തി വെച്ചിരിക്കുന്ന അടിമത്തങ്ങളെല്ലാം ഇന്ന് അഴിയും. ദാ കണ്ടവർ കണ്ടോ, ബന്ധനം അഴിയുന്നു. അഴിയട്ടെ. പുറത്തു വാ, പുറത്തു വാ, പുറത്തു വാ. ആ വയറിലോട് കൈവച്ചോ, ആ വയറിലോട് കൈവച്ചോ. ഭയങ്കരമായ വിടുതലാ മകന് കിട്ടുന്നേ. ഇവന്റെ വയറിന്റെ സൈഡിൽ മുഴച്ചു വരുന്നത് പോലെ ഒരു വേദന വരും. അത് വന്നു കഴിഞ്ഞാൽ ഒരു ഭ്രാന്തനെ പോലെയാകും ഈ ചെറുപ്പക്കാരൻ. നമുക്കിന്ന് രക്ഷ കർത്താവിൽ നിന്ന് നയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കൈ നീട്ടിപ്പിടിച്ചു പ്രാർത്ഥിച്ചോ. ഈശോയെ, കാരുണ്യവാനായ കർത്താവേ, കുരുക്കഴിക്കുന്ന ഈശോയെ, ബന്ധനം അഴിക്കണമേ. അമ്മേ മാതാവേ, അമ്മയുടെ മാധ്യസ്ഥത്തിന്റെ ശക്തി. ഓ ഓ ഓ ഓ കണ്ടോ കണ്ടോ കണ്ടോ
അഴിയട്ടെ, അഴിയട്ടെ, കെട്ടുകൾ അങ്ങോട്ട് അഴിയട്ടെ, 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 അഴിയട്ടെ. പുറത്തു വാ, പുറത്തു വാ, പുറത്തു വാ, പുറത്തു വാ, കംപ്ലീറ്റ് ആയിട്ട് പുറത്തു വാ, കംപ്ലീറ്റ് ആയിട്ട് പുറത്തു വാ, കംപ്ലീറ്റ് ആയിട്ട് പുറത്തു വാ, പുറത്തു വാ, വെളിവാ, 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 വെളിവാ. ഇവൻ ഈശോയുടെ വകയാണ്, ഇവനെ നിനക്ക് ബന്ധിക്കാൻ പറ്റില്ല. പോരെ, 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 വെളിവാ, വെളിവാ, വെളിവരാൻ, 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 വെളിവാ, 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 വെളിവാ. ഈശോയുടെ നാമമാണ്, ഈശോയുടെ നാമം. പിതാവായ ദൈവത്തിന്, പിതാവായ ദൈവത്തിന് യേശുവിന്റെ നാമം. പറ, പറ, പറ. യേശുവിന്റെ, യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം. പറ, ആ നാമം പറ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവായ ദൈവം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. ഈ സമയത്ത് തന്നെ ഞാൻ വീട് വെക്കാൻ വേണ്ടി മേടിച്ച വസ്തുവാണ്. ആ വസ്തു മേടിച്ച സമയം മുതൽ ഒന്നിന് പുറകെ ഒന്നായി കുരുങ്ങിക്കിടക്കുന്ന കേസുകൾ നിമിത്തം ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ആ വ്യക്തി കൂടെ പെട്ടെന്ന് മുന്നോട്ട് വരാം. ഇവനോടൊപ്പം തന്നെ അയാൾക്ക് രക്ഷ കിട്ടുകയാണ്. കൈയടിച്ച് നമുക്കൊന്ന് വിളിക്കാം. യേശുവേ, യേശുവേ, യേശുവേ. ആ വസ്തു മേടിച്ച പിന്നെയാണ്, അല്ലേ, ആ വസ്തു മേടിച്ച പിന്നെയാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ തുടങ്ങിയത്. അതെ, ഇപ്പൊ അത് കൊള്ളത്തില്ലെന്ന് പറഞ്ഞിരിക്കുക. അവിടെ അതിനെ കൊള്ളാവുന്നാക്കുന്ന ഒരു പരിപാടി നമ്മൾ ചെയ്യാൻ പോവാ. ചേട്ടന്റെ പേരെന്നാ? സൈബു. സൈബു, ഓ, ഒന്ന് ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് സൈബുവിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, പിതാവായ ദൈവത്തിന്, പിതാവായ ദൈവത്തിന് യേശുക്രിസ്തു വഴി, യേശുക്രിസ്തു വഴി. ഓ, നോക്കണം, തുടരല്ലേ, മാറി. പിതാവായ ദൈവത്തിന്, പിതാവായ ദൈവത്തിന് യേശുക്രിസ്തു വഴി ഞങ്ങൾ നന്ദി പറയുന്നു. പറഞ്ഞോ. പിതാവായ ദൈവത്തിന്, പിതാവായ ദൈവത്തിന് യേശുക്രിസ്തു വഴി, യേശുക്രിസ്തു വഴി നന്ദി പറയുന്നു. ഈ മനുഷ്യന്റെ BP കൂട്ടി ഇയാളെ ആകെ മാനസികമായി തകർക്കാൻ രണ്ട് അയൽവക്കംകാർ ശ്രമിക്കുന്ന എല്ലാ ശ്രമത്തിന്റെ ബന്ധനങ്ങളിൽ നിന്നും ഈ മകൻ ഇപ്പോൾ സ്വതന്ത്രനാവട്ടെ. സ്വതന്ത്രനാവട്ടെ. സ്തുതിച്ചോ. ഡിവൈനിൽ നിന്ന് തിരിച്ചു പോകുമ്പോ ഏറ്റവും ആദ്യം നീ പോകുന്നത് ആ വസ്തുവിലേക്കാണ്. നിനക്കവിടെ ജയമുണ്ട് മകനെ, നിനക്കവിടെ ജയമുണ്ട്. നിനക്കവിടെ ജയമുണ്ട്. നിന്നെ കുരുക്കിയ ആ വസ്തുവിനകത്ത്, ആ ഉയരത്തിലിരിക്കുന്ന വസ്തുവിനകത്ത്, വലത്തെ വശത്തോട് റോഡ് കയറുന്ന വസ്തുവിനകത്ത്, മണ്ണിടിഞ്ഞ ആ വസ്തുവിനകത്ത് തന്നെ നീ വീട് വെച്ച് താമസിക്കും. ഹല്ലേലൂയ. ഒരു ശക്തിക്കും അതിനെ തടയാൻ പറ്റില്ല. അതിനുവേണ്ടി നിനക്ക് വേണ്ടി ഈശോടെ കൂട്ടിയല്ലോ. വേഗം വിളിച്ചോ. കർത്താവായ യേശുവേ, പിതാവായ ദൈവത്തിന് നന്ദി. ഈ മകന് വേണ്ടി പ്രാർത്ഥിച്ചു. വലിയ റിലീഫായി ഇയാൾക്ക് കിട്ടുന്നേ. ഇന്ന് പൗരോഹിത്യ ആശീർവാദത്താൽ ഈ വിടുതല് പൂർണ്ണമാകുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം, ഒരു വലിയ രക്ഷയാണ് ഈ ഭവനത്തിലേക്ക് വരിക. കൈയടിച്ചു സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന്, കർത്താവായ യേശുക്രിസ്തു വഴി, നന്നായിട്ട് പറ. പിതാവായ ദൈവത്തിന്, കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ നന്ദി പറയുന്നു. ഇനിയും പറ. പിതാവായ ദൈവത്തിന്, കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അച്ഛൻ്റെ അടുത്ത് ഞാൻ വിളിച്ചവര് സംസാരിച്ചവരാരും പൗരോഹിത്യ ആശീർവാദം വാങ്ങാതെ പോകരുത്. കാരണം പുരോഹിതന്റെ പൗരോഹിത്യ ആശീർവാദത്താലാണ് അവരെ വിളിച്ചവരെല്ലാരും അങ്ങോട്ട് വിടുക. അച്ഛൻ്റെ അടുത്തോട്ട് വിടും. പെട്ടെന്ന് ഓടിച്ചില്ല. നിങ്ങൾ പൗരോഹിത്യ ആശീർവാദത്താലാണ് ആ വിടുതൽ പൂർണ്ണമാകുന്നത്. നിങ്ങൾ ആ പൗരോഹിത്യ ആശീർവാദം വാങ്ങാതെ പോകരുത്. നിങ്ങൾക്കത് വലിയൊരു നന്മയായിട്ട് മാറും. അത് കൃപയുടെ സമയമായിട്ട് മാറുകയാണ്. നമുക്ക് കൈ ഉയർത്തിപ്പിടിച്ച് പറയാം. 10 പ്രാവശ്യം പറയാം. പിതാവായ ദൈവത്തിന്, യേശുക്രിസ്തു വഴി നന്ദി. പിതാവായ ദൈവത്തിന്, പിതാവായ ദൈവത്തിന് യേശുക്രിസ്തു വഴിയായി നന്ദി. ഞാൻ നന്ദി പറയുന്നു. നിങ്ങളുടെ ഒരു നിയോഗത്തെ സമർപ്പിച്ച്
ഒരു നിയോഗത്തെ സമർപ്പിച്ചേ, ഒരു നിയോഗത്തെ സമർപ്പിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് ആ കുടുംബം. 20 വർഷത്തിന് ശേഷം കർത്താവ് അവർക്ക് തലമുറയുടെ അനുഗ്രഹം കൊടുക്കുകയാണ്. 20 വർഷത്തിന് ശേഷം. ഹല്ലേലൂയ. ആഫ്റ്റർ 20 years, 20 വർഷത്തിന് ശേഷം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന് ഈ സിസ്റ്ററുടെ പേരെന്നാ? മാർഗ്രറ്റ്. സിസ്റ്റർ മാർഗ്രറ്റ്. സിസ്റ്റർ മാർഗ്രറ്റ്, നിങ്ങളുടെ നട്ടലിനിടയില്, ഒരു കഷേരുവിനിടയില് മറ്റൊരു കഷേരു തെന്നി നിൽക്കുന്നത് പോലെ ബൾജ് ചെയ്ത് നിൽക്കുന്നത് കാണുന്നല്ലോ സിസ്റ്റർ. ശരിയാണോ അത്? ഇങ്ങോട്ട് ഓടി വരൂ സിസ്റ്റർ. പിതാവായ ദൈവത്തിന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു. നന്നായിട്ടൊന്ന്, ഇത് എങ്ങനെ പറ്റിയതാ അത്? 9 ഡിസ്കുകൾ ബൾജായിട്ട് നിൽക്കുക. എങ്ങനെയുണ്ടായതാ ഇത്? അറിയില്ല. ഈശോയെ, അങ്ങേക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച മകളാണ്. നമ്മളെല്ലാവരും കൂടെ ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, 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 ഈശോയെ. ഒരുമിച്ച് വിളിക്കാം, ഒരുമിച്ച് വിളിക്കാം. വിളിക്കണോ? പ്രാർത്ഥിക്ക്. യേശുവേ എന്ന് വിളിക്ക്. പിതാവായ ദൈവമേ, യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സിസ്റ്റർ മാർഗരറ്റിനെയും അവളുടെ നട്ടലിനെയും എടുത്തുയർത്തി പിതാവായ ദൈവത്തിന് യേശുക്രിസ്തു വഴിയായി നന്ദി പറയുന്നു. ആമേൻ, ആമേൻ. ഒന്ന് പോയി ബ്ലെസ്സിങ് മേടിച്ചു, ഒന്ന് പോയി ബ്ലെസ്സിങ് മേടിച്ചു. ഇത് 9 ഡിസ്കുകൾ ബൾജായി നിൽക്കുക. 9 ഡിസ്കുകൾ. എന്നാ പൗരോഹിത്യ ആശീർവാദം കിട്ടുന്ന ഈ നിമിഷത്തെ തന്നെ ആ 9 ഡിസ്കുകളും കർത്താവിന്റെ പറ്റി നടക്കാൻ പറ്റുന്നില്ലാത്ത ആളിന്ന് ഓടിയച്ച് പോയാൽ മതി. കൈയങ്ങോട്ട് ഉയർത്തിപ്പിടിച്ച് പിതാവായ ദൈവത്തിന്, അതേ ഉള്ളൂ, അതേ ഉള്ളൂ, വേറെ സൊല്യൂഷൻ ഒന്നുമില്ല. പിതാവായ ദൈവത്തിന് യേശുവിന്റെ നാമത്തിൽ. ഇനി ഡിവൈനി വരുമ്പോ കുഞ്ഞുമായിട്ട് വരണം, സന്തോഷത്തോടെ സാക്ഷ്യം പറയാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന് ഏത് കേസിനുമുള്ള സൊല്യൂഷനായത്. ട്രൈ ചെയ്യ. പിതാവായ ദൈവത്തിന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി അർപ്പിക്കുന്നു. പിതാവായ ദൈവത്തിന് വഴി യേശുക്രിസ്തു വഴി നന്ദി പറയുന്നു. പിതാവായ ദൈവത്തിന് യേശുക്രിസ്തു വഴി നന്ദി. എഴുന്നേറ്റെ സിഫനെ, വെള്ള ഷർട്ടിന്റെ താടി വെച്ച ആളുടെ അടുക്കലോട്ട് ചെന്നേ. അദ്ദേഹം തന്നെ. ഇങ്ങോട്ട് വരണമെന്നില്ല നിങ്ങൾ. അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത് ഒരു ബ്ലെസ്സിങ് മേടിക്കാലോ. ബാ, പിതാവായ ദൈവത്തിന് പറഞ്ഞേ, വളരെ കൃത്യതയോടൊന്ന് പറഞ്ഞേ. പിതാവായ ദൈവത്തിന് യേശുക്രിസ്തു വഴി. ഇത് ഒരു സർട്ടൺ ലെവൽ വരെ കഷ്ടപ്പെട്ടെത്തും. അവിടുന്ന് തള്ളി താഴേക്ക് ഇടുന്ന പോലെ ഒരു താട്ട് പോക്കാം. പിന്നെ ഏണിമാമൻ കളിയാ. മേളി ഒരു കഷ്ടിച്ച ലെവലിലെത്തും. അപ്പൊ ഈ അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം ഉണ്ടാകണം. കാരണം നിങ്ങൾക്ക് ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള മനുഷ്യനാണ് നിങ്ങൾ. നിങ്ങളിൽ ഒരുപാട് സാധ്യതകളെ ഈശോ കാണുകയാണ്. നിങ്ങളൊരു ഭയങ്കര സംഘാടകനാണ്. നിന്റെ മേലൊരു സംഘാടകന്റെ അഭിഷേകമുണ്ട്. നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. പിതാവായ ദൈവത്തിന് എന്റെ യേശുക്രിസ്തു വഴി ഞാൻ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഒരുമിച്ച് മകന് വേണ്ടി എല്ലാരും ഒന്ന് പ്രാർത്ഥിച്ചേ. നീ ഒരു ഭയങ്കര സംഘാടകനാ, പക്ഷേ ഒരു നിലയിലും നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഇന്ന് ഡിവൈനിൽ വെച്ച് നിനക്ക് കിട്ടുന്ന ഈ പ്രാർത്ഥന, ഇത് നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന പ്രാർത്ഥനയാണ്. പിതാവായ ദൈവത്തിന് യേശുക്രിസ്തു യേശുക്രിസ്തു വഴിയായി
ഞാൻ ഞങ്ങൾ നന്ദി പറയുന്നു. പറയുന്നു ഈ സഹോദരന് വേണ്ടി, ഇവന്റെ ജീവിതത്തിന് വേണ്ടി, ഇവന്റെ കുടുംബത്തിന് വേണ്ടി, ഇവന്റെ ഭാര്യയ്ക്ക് വേണ്ടി, ഇവന്റെ മക്കൾക്ക് വേണ്ടി, ഇവനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാ നന്മകൾക്ക് വേണ്ടി, ഇവന്റെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി, ഇവൻ നടത്തുന്ന സ്ഥാപനം, ഇവൻ ഓടിക്കുന്ന വാഹനത്തിന് വേണ്ടി, എല്ലാറ്റിനും എടുത്തുയർത്തി പിതാവായ ദൈവത്തിന് യേശുക്രിസ്തു വഴിയായി നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുരുക്കഴിയുന്നുണ്ട്, പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന് യേശുക്രിസ്തു വഴി ഞാൻ നന്ദി പറയുന്നു. പിതാവായ ദൈവത്തിന് യേശുക്രിസ്തു വഴി ഞാൻ നന്ദി പറയുന്നു. ഹല്ലേലൂയ. എൻ്റെ ഈശോയെ, എൻ്റെ ഈശോയെ, അഴിയട്ടെ. പിതാവായ ദൈവത്തിന് പിതാവായ ദൈവത്തിന് യേശുക്രിസ്തു വഴിയായി ഞാൻ നന്ദി പറയുന്നു. എന്റെ രോഗം സൗഖ്യമാകാൻ ഞാൻ എന്നാ ചെയ്യണം? പിതാവായ ദൈവത്തിന് യേശുവിന്റെ നാമത്തിൽ നന്ദി ഞാൻ നന്ദി പറയുന്നു. പിതാവായ ദൈവത്തിന് യേശുവിന്റെ നാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. പറഞ്ഞു, പിതാവായ ദൈവത്തിന് യേശുവിന്റെ നാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. പിതാവായ ദൈവത്തിന് യേശുവിന്റെ നാമത്തിൽ അവളുടെ അടുക്കൽ ഈശോ ഞാൻ നന്ദി പറയുന്നു. മകളെ, നീ എന്താണ് സംസാരിക്കുന്നത്? ഓടിച്ചല്ലേ മോനെ, ഓടിച്ചല്ലേ. ഈശോ ഇന്നിപ്പോ നമ്മളെ അച്ഛൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവളോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ജീവിതത്തിൽ ഒരുപാട് കുരുക്കുകളുടെ അകത്ത് കുടുങ്ങിക്കിടക്കുകയാണ് അവൾ. ഈശോയെ നമ്മുടെ ഒരു സഹോദരി ആണെന്ന് പറഞ്ഞ് മുന്നിൽ കണ്ടുകൊണ്ടല്ല, നമ്മുടെ സഹോദരി ആണെന്നുള്ള ഉറപ്പിൽ അവൾക്ക് വേണ്ടി ഒന്ന് കൈനീട്ടി പ്രാർത്ഥിച്ചോ. ഈശോയെ, പിതാവായ ദൈവത്തിന് യേശുവിന്റെ നാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. ആ കുഞ്ഞിന്റെ തലയിലോട്ട് കൈവച്ച് പറഞ്ഞ്, പിതാവായ ദൈവത്തിന് യേശുക്രിസ്തു വഴി ഞാൻ നന്ദി പറയുന്നു. തലയിലോട്ട് കൈവച്ച് പറ കൂട്ടാ. പിതാവായ ദൈവത്തിന് യേശുക്രിസ്തു വഴി. പപ്പാ, ആ കുഞ്ഞിന്റെ മേൽ കൈവച്ച് പറ, പിതാവായ ദൈവത്തിന് യേശുക്രിസ്തു വഴി ഞാൻ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഒന്ന് വിശ്വസിക്കേ. ഇതെന്താണെന്നറിയോ? ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ നീ ഇന്നെങ്കിലും ഒന്ന് വിശ്വസിക്കാമോ? ഒരു ഇല്യൂഷൻ നിനക്കുണ്ട്. നീ അസ്യൂം ചെയ്യുന്ന ഒരു ഇല്യൂഷൻ നിന്റെ പുറകെ ഉണ്ട്. ഒരു ഗ്യാങ് നിന്നെ പിന്തുടരുന്നു എന്നൊരു ചിന്ത നിന്റെ ഉള്ളിലേക്ക് വരികയാ അല്ലേ? അല്ല, ഫിംഗർ പ്രിന്റ് വഴി. അതാ പറഞ്ഞേ, ഫോളോ ചെയ്യുമല്ലേ? ഫിംഗർ പ്രിന്റ് എടുത്ത ഒരു ഗ്രൂപ്പ് നിന്നെ ഫോളോ ചെയ്യുമല്ലേ? ഇതൊരു ഇല്യൂഷനാണ്. നീ ഇതിനകത്ത് നിന്ന് പുറത്തു വാ. പിതാവായ ദൈവത്തിന് അങ്ങനെ ഒന്നില്ല. നീ കാണാറുള്ള 3 രൂപങ്ങളില്ലേ? എന്റെ ജീവൻ പോകാറുണ്ട്. നീ കാണാറുള്ള 3 രൂപങ്ങളില്ലേ? ഇങ്ങോട്ട് നോക്ക്, എന്റെ മുഖത്ത് നോക്ക്. നീ കാണാറുള്ള 3 രൂപങ്ങളില്ലേ? നിന്റെ ഉള്ളിൽ പറയുകയാണ് അവർ അണ്ടർവേൾഡിൽ നിന്ന് വരികയാണെന്നല്ലേ? അല്ലേ? ഈ പൗരോഹിത്യ ആശീർവാദത്തിന് ശേഷം നിന്നെ അത് പിന്തുടരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, നീ രക്ഷപ്പെട്ടിരിക്കുന്നു.
It's not real. It's an illusion. അതൊരു ഇല്യൂഷനാണ്. നിന്നെ അതിൻ്റെ അകത്ത് കർത്താവ് മോചിപ്പിച്ചിരിക്കുന്നു. ഇത് ഈ മകൾ ഉൾപ്പെടുന്ന 2-3 വ്യക്തികളോട് വളരെ വ്യക്തിപരമായി സംസാരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദമാണ്. കയ്യിൽ വന്നുപോയ അബദ്ധങ്ങൾ കുമ്പസാരിച്ചിട്ടും പാപമേറ്റു പറഞ്ഞിട്ടും ദൈവം പാപക്ഷമ തന്നിട്ടും ഇപ്പോഴും ആ പാപത്തിന്റെ നീരാളി ഹസ്തത്താൽ ബന്ധിക്കപ്പെട്ട് എനിക്ക് അർത്ഥമുള്ള ഒരു ജീവിതത്തിൽ എത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ നീ നിന്നെ തന്നെ മറച്ച് ഒളിച്ച് എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് പോകും? 4 പേരാണ്. 2 സഹോദരിമാരുണ്ട്, 2 സഹോദരന്മാരുണ്ട്. കർത്താവ് നിന്നോട് ക്ഷമിച്ചുവെന്ന് മാത്രമല്ല, അവൻ നിന്റെ അകൃത്യങ്ങളെ ആഴിയുടെ ആഴത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞു. നീ ഇനി ആ പാപബോധം പേറി, കുറ്റബോധം പേറി ജീവിച്ച് നിന്റെ ആയുസ് തീർക്കേണ്ടവനല്ല. 4 പേർക്കും വേഗം ഓടിവരാം, മുന്നോട്ട് ഓടിവരാം. വേഗം വാ. രക്ഷിക്കാൻ കർത്താവ് വിളിക്കുമ്പോൾ അപരാധങ്ങളെ കുറിച്ച് ഇനി അലറിക്കരഞ്ഞ് എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് ചിന്തിച്ച് നിൽക്കല്ലേ. ഓടി വാ സഹോദരാ, വേഗം. ഇന്ന് അതിനകത്തൊന്ന് പുറത്തു വരിക. ഇതൊരു കേസ് സംബന്ധമായ കാര്യമല്ലേ? അതെ. ഇതൊരു പെട്ടെന്ന് പൗരോഹിത്യ ആശീർവാദം മേടിച്ചു. അവരിവിടെ നിർത്തണ്ട. പെട്ടെന്ന് പൗരോഹിത്യ ആശീർവാദത്തിലേക്ക് അവരെ നയിച്ചു. പെട്ടെന്ന് നിങ്ങൾ വന്ന് കൈവപ്പ് മേടിച്ചു. 2 സഹോദരിമാരൂടെ ഉണ്ട്. അവർക്ക് മുന്നോട്ട് വരാം ഇവർക്കൊപ്പം. ഇത് നിങ്ങളുടെ രക്ഷയുടെ ദിവസമാണ്. അത് ചെല ഈ മേഖലയിൽ നിനക്ക് വലിയ രക്ഷയാണ് കർത്താവ് ഇന്ന് തരുന്നത്. നീ രക്ഷപ്പെട്ടോ മകളെ? വിളിച്ചോ? അച്ഛനെടുത്തോട്ട് കൊണ്ടിയല്ല. ഒട്ടും വൈകാതെ അച്ഛനെടുത്തോട്ട്. കരമുയർത്തി പിടിക്കാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം. പിതാവായ ദൈവത്തിന് യേശുക്രിസ്തു വഴിയായി നന്ദി പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന അത് ഞാൻ തുടങ്ങുകയാണ്. ഞാനത് തുടങ്ങുകയാണ്. യേശുവിന്റെ നാമത്തിൽ പിതാവായ ദൈവമേ അങ്ങേക്ക് നന്ദി. കർത്താവേ, ഈ പ്രാർത്ഥന, ഈ വചനം വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരൊറ്റയാളുടെ ജീവിതത്തിൽ പോലും അനുഭവം ഉണ്ടാകാതിരിക്കരുത്. അവർക്ക് പറയാൻ അടുത്ത വ്യാഴാഴ്ച ഞങ്ങൾ ഒരുമിച്ച് കാണുമ്പം ഇവിടെ വെച്ച് ഷെയർ ചെയ്യാൻ ഒരു സാക്ഷ്യം ഉണ്ടാകാൻ പ്രാർത്ഥിക്കും. സ്തുതിച്ച് പ്രാർത്ഥിച്ചോ. ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഇതൊരു സാക്ഷ്യമായി മാറും. നന്നായി ഉച്ചത്തിൽ സ്തുതിച്ചോ. വിവാഹം നടക്കാത്ത മകളെ യേശുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് അവളെ ഓർത്ത് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ നന്ദിയേകിടാം. പിതാവാം ദൈവത്തിന് നന്ദിയേകിടാം. യേശുവിന്റെ നാമത്തിൽ നന്ദിയേകിടാം. ഓ പിതാവാം ദൈവത്തിന് നന്ദിയേകിടാം. യേശുവിന്റെ നാമത്തിൽ നന്ദിയേകിടാം. ഓ പിതാവാം ദൈവത്തിന് നന്ദിയേകിടാം. യേശുവിന്റെ നാമത്തിൽ നന്ദിയേകിടാം. ഓ പിതാവാം ദൈവത്തിന് നന്ദിയേകിടാം. യേശുവിന്റെ നാമത്തിൽ നന്ദിയേകിടാം.
പിതാവാം ദൈവത്തിന് നന്ദിയേകിടാം. യേശുവിന്റെ നാമത്തിൽ ഈശോ തൊടുന്നുണ്ട്. നന്ദിയേകിടാം. കർത്താവിന്റെ മഹത്വം ദൈവത്തിന് ഇന്ന് അവളിലേക്ക് പ്രവഹിക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ നന്ദിയേകിടാം. ഇറങ്ങി വരും പിതാവാം ദൈവത്തിന് നന്ദിയേകിടാം. യേശുവിന്റെ നന്ദിയേകിടാം. ഓ പിതാവാം കൈയടിച്ചു പാടിക്കേ. നന്ദിയേകിടാം. ഒന്ന് വിശ്വസിക്കേ. യേശുവിന്റെ നാമത്തിൽ നന്ദിയേകിടാം. പിതാവാം ദൈവത്തിന് നന്ദിയേകിടാം. യേശുവിന്റെ നാമത്തിൽ നന്ദിയേകിടാം. ആബാ പിതാവിനു നന്ദിയേകിടാം. യേശുവിന്റെ നാമത്തിൽ നന്ദിയേകിടാം. ആബാ പിതാവിന് പിതാവാം ദൈവത്തിന് നന്ദിയേകിടാം. യേശുവിന്റെ നാമത്തിൽ നന്ദിയേകിടാം. പിതാവാം ദൈവത്തിന് നന്ദിയേകിടാം. യേശുവിന്റെ നാമത്തിൽ നന്ദിയേകിടാം. ഹേ പിതാവാം ദൈവത്തിന് നന്ദിയേകിടാം. യേശുവിന്റെ നന്ദിയേകിടാം. ആ പിതാവാം ദൈവത്തിന് നന്ദിയേകിടാം. യേശുവിന്റെ നാമത്തിൽ നന്നായിട്ട് പിതാവാം ദൈവത്തിന് നന്ദിയേകിടാം. യേശുവിന്റെ നാമത്തിൽ നന്ദിയേകിടാം. ഓ പിതാവാം ദൈവത്തിന് നന്ദിയേകിടാം. യേശുവിന്റെ നാമത്തിൽ നന്ദിയേകിടാം. ഹേ പിതാവാം ദൈവത്തിന് നന്ദിയേകിടാം. യേശുവിന്റെ നാമത്തിൽ നന്ദിയേകിടാം. ഓ പിതാവാം ദൈവത്തിന് യേശുവിന്റെ നാമത്തിൽ നന്ദിയേകിടാം. ഓ പിതാവാം ദൈവത്തിന് നന്ദിയേകിടാം. യേശുവിന്റെ നാമത്തിൽ നന്ദിയേകിടാം. കരമുയർത്തി പിടിച്ച് ഈശോയേന്ന് വിളിച്ച് കർത്താവേ, രണ്ട് കൈ ഉയർത്തി യേശുവേന്ന് വിളിച്ചോ. യേശുവേ നന്നായിട്ട് ഉച്ചസ്വരത്തിൽ വിളിച്ചോ. എന്റെ ഈശോയേ, എന്റെ ഈശോ, ഈശോയേ, ഈശോ, ഈശോ, പിതാവായ ദൈവമേ, ആവാ പിതാവേ, ആവാ പിതാവേ, നന്ദിയേകിടാം. പിതാവാം ദൈവത്തിന് നന്ദിയേകിടാം. കൈയുയർത്തി അടിക്കാം. യേശുവിന്റെ നാമത്തിൽ നന്ദിയേകിടാം. ഓ പിതാവാം ഏതിനു നന്ദിയേകിടാം. യേശുവിന്റെ നാമത്തിൽ നന്ദിയേകിടാം. ഓ പിതാവാം ദൈവത്തിന് നന്ദിയേകിടാം. യേശുവേ, യേശുവിന്റെ നാമത്തിൽ നന്ദിയേകിടാം. ഓ പിതാവാം ദൈവത്തിന് യേശുവിന്റെ നാമത്തിൽ നന്ദിയേകിടാം. ഓ പിതാവാം ദൈവത്തിന് നന്ദിയേകിടാം. യേശുവിന്റെ നാമത്തിൽ നന്ദിയേകിടാം. ഓ പിതാവാം ദൈവത്തിന് നന്ദിയേകിടാം. യേശുവിന്റെ നാമത്തിൽ നന്ദിയേകിടാം. കരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ വചനം വ്യാപിക്കട്ടെ. ഓരോ മക്കളിലും അതിശയങ്ങൾ സൃഷ്ടിക്കപ്പെടട്ടെ. വചനത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. പിതാവായ ദൈവത്തിന് യേശുവിന്റെ നാമത്തിൽ നന്ദി പറയും, 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 പിതാവിനു നന്ദി പറയും, ആരാധന, ആരാധന, യേശുവേ ആരാധന, ആരാധന, ആരാധന. നന്ദി 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാകും. അവിടുത്തെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ട പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തോ തമ്പുരാനുടെ അപേക്ഷകളുടെ മേൽ ആമേൻ.